ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ മരങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഒളിച്ചതാണ്. അങ്ങയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് തന്ന ആ സ്ത്രീ അത് തന്നു, ഞാനത് തിന്നു. അപ്പോൾ അവിടുന്ന് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ഉൽപ്പത്തി പുസ്തകത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ അരങ്ങേറ്റത്തെ അവതരിപ്പിച്ചിരിക്കുക. നമ്മളെല്ലാവരും പാപം ചെയ്തില്ലെങ്കിലും നമ്മൾ പാപികളാണ്. കാരണം പാപം ചെയ്യാനുള്ള വാസന മനുഷ്യനിൽ ഉള്ള കാലത്തോളം മനുഷ്യൻ പാപിയാണ്. ഒരു പട്ടി കുരച്ചില്ലെങ്കിലും പട്ടി തന്നെയാണ്. കുരയ്ക്കാനുള്ള സാധ്യത പട്ടിയിൽ ഉള്ള കാലത്തോളം. മനുഷ്യൻ പാപം ചെയ്തില്ലെങ്കിലും പാപിയാണ്. പാപം ചെയ്യാനുള്ള വാസന മനുഷ്യനിൽ ഉള്ള കാലത്തോളം. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് പറയുന്ന വാക്ക്, മനുഷ്യൻ അടിസ്ഥാനപരമായി പാപത്തിലേക്ക് ചാഞ്ഞവനാണ്, തിന്മയിലേക്ക് ചെരിഞ്ഞവനാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ലത് പറയണമെന്ന് ഓർക്കും, പക്ഷെ പറഞ്ഞു വരുമ്പം കുറ്റം പറച്ചിലായിട്ട് മാറും. നല്ലത് കേൾക്കണമെന്ന് ഓർക്കും, പക്ഷെ പറഞ്ഞു വരുമ്പം തിന്മ കേൾക്കും. തിന്മയെ താലോലിക്കും, തിന്മ ചെയ്യും, തിന്മയുടെ വഴിയെ നമ്മൾ നടക്കും. പൗലോസ്ലീഹ പറയും, റോമാലേഖനത്തിൻ്റെ 7:15 വാക്യത്തിൽ പറയുകയാണ്, ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധമനായ മനുഷ്യനാണ് ഞാൻ. ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധമനായ മനുഷ്യനാണ് ഞാൻ. നാം ഓരോരുത്തരിലുമുണ്ട് പാപബന്ധനങ്ങളും പാപത്തിൻ്റെ കെട്ടുകളും. നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഓരോ നിമിഷവും ഈ പാപവാസന നമ്മളിൽ തികട്ടി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ബസ്സിൽ കയറാൻ നിൽക്കുമ്പം 8-10 പേരുണ്ടോ, എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചിട്ട് നമ്മൾ അകത്തേക്ക് ഇടിച്ചു കയറും. ഒരു ബസ്സിന് ഞാൻ കൈ കാണിച്ച് വണ്ടി നിർത്തുമ്പോൾ 5-6 സീറ്റ് കിടപ്പുണ്ടെങ്കിൽ എവിടെ ഇരിക്കണമെന്ന് ഓർത്ത് ഞാൻ ബെരികിനെ പോലെ ഓടിക്കൊണ്ടിരിക്കും. വണ്ടി യാത്രയിലും മറ്റും മനുഷ്യൻ്റെ സ്വാർത്ഥത കാണും. ഓരോ സമയത്തും ഉണ്ട്. സിനിമ കാണാൻ പോകുമ്പോൾ അറിയാം സ്വാർത്ഥത. ഭക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്നു, ഇൻ്റർവെല്ലാകാൻ 5 മിനിറ്റ് ഉള്ളപ്പം കരണ്ട് അങ്ങ് പോയി. എത്ര പേരിരുന്ന് പറയും, ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒറ്റ കൂവിച്ച കരണ്ട് പോയോ, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറുക്കൻ തലപൊക്കാൻ തുടങ്ങും. ഒരു കുറുക്കൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവസരം കിട്ടുമ്പം അത് തലനീട്ടി കൂവാനായിട്ട് തുടങ്ങും. 100-ൻ്റെ 2 നോട്ടുമായിട്ട് ഞാൻ പൊൻകുന്നം ചന്തയ്ക്ക് പോയി. ഒന്ന് കീറിപ്പറിഞ്ഞ് അക്കം തോരണം പോലെ ഞാന്ന് കിടക്കുന്ന പഴഞ്ചൻ നോട്ട്, മറ്റേത് റിസർവ് ബാങ്കിൻ്റെ മഷിമായാത്ത പുത്തൻ നോട്ട്. എനിക്ക് പച്ചക്കറിയും മേടിക്കണം, പച്ചമത്തിയും മേടിക്കണം. ആദ്യമേ ഞാൻ പോയി 80 രൂപയുടെ പച്ചക്കറി മേടിച്ചു. ഏത് നോട്ട് ഞാൻ ആദ്യം കൊടുക്കും? കീറിപ്പറിഞ്ഞ് നമ്പർ തോരണം പോലെ ഞാന്ന് കിടക്കുന്ന പഴഞ്ചൻ നോട്ട്. മറ്റേത് 5 മിനിറ്റ് കഴിഞ്ഞ് മീൻകാരൻ കൊണ്ടുപോകും. എന്നാലും അത്രയും നേരം കൂടെ മുറുകെ പിടിക്കാമല്ലോ. ഈ പ്രവണത നാം ഓരോരുത്തരിലും ഉണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ഈ പ്രവണത. ഞാൻ അടുത്തയിടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിലിരിക്കുമ്പോൾ 75 വയസ്സ് പ്രായം വരുന്നൊരു ചേട്ടത്തി ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുക. ഈ തള്ള കുട കക്ഷത്തിൽ വെച്ച് അടുക്ക് കുലുക്കി കവണി പിടിച്ചിട്ട് തള്ളിത്തള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പം 8-10 ചെറുപ്പക്കാരകത്തേക്ക് തള്ളിത്തള്ളി കയറുക. ഈ അമ്മച്ചി മടുത്തു. 2 മിനിറ്റ് ആയിട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. ഉടനെ അമ്മ ഒരു കമൻറ്റ് പറയുന്നത് കേട്ടു, പൊന്നു മക്കളെ, ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് ഈ വണ്ടിയിലല്ലാതെ വേറെ ഏത് വണ്ടിയെ വേണമെങ്കിലും കയറാൻ പറ്റും. പക്ഷേ എൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് എനിക്ക് ഈ വണ്ടിയെന്നല്ലാതെ ഏതെങ്കിലും വണ്ടിയെന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റുമോ? അപ്പോൾ വണ്ടി യാത്രയെ കാണാം മനുഷ്യൻ്റെ സ്വാർത്ഥത. ഓരോ നിമിഷത്തിലും ഈ മനുഷ്യൻ്റെ സ്വാർത്ഥത, പാപബന്ധനങ്ങൾ നമ്മൾ കാണുന്നു. എങ്ങനെയാണ് ഈ പാപം മനുഷ്യനിൽ അരങ്ങേറിയത് എന്ന് വളരെ നാടകീയമായിട്ട്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നാടകീയമായ ആവിഷ്കരണം. നമ്മുടെയൊക്കെ മുതുമുത്തശ്ശി ഹൗവ വല്യമ്മച്ചി സായാഹ്ന സവാരിക്ക് ഏതൻ തോട്ടത്തിലൂടെ ഒറ്റയ്ക്ക് ഉലാത്തുമ്പോൾ നുണയൻ്റെ അപ്പൻ്റെ അപ്പൻ മുതുമുത്തപ്പൻ പാമ്പിൻ്റെ രൂപത്തിൽ ഏതൻ തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു ചോദ്യം, മണ്ടിപ്പെണ്ണെ ഹൗവ, വിശക്കുന്നില്ലേടി?
അവൾ ചോദിച്ച് വിശക്കുന്നോന്നോ? കുടല് കരിയുന്ന രൂക്ഷഗന്ധം മുകളിൽ അടിച്ചു കയറുന്നു. അത്രയ്ക്കും കട്ടിയുള്ള വിശപ്പ്. ഇത്രമാത്രം വിശന്നാലും ഈ കാണുന്ന ഏദൻ തോട്ടത്തിൽ നിന്നും ഒരു പഴം എങ്കിലും തിന്നാൻ പറ്റുമോ? ദൈവകൽപ്പന ഒരു പഴം തിന്നരുത്. സാത്താൻ ഒരു ചീളും കൂടെ കൂട്ടത്തിൽ അടിച്ചു കയറ്റി ഒരു പഴം എങ്കിലും തിന്നാവോ? അവൾ പറഞ്ഞു, ഒരു പഴമോ? ഏതെല്ലാം പഴം തിന്നാം? ചക്കപ്പഴം, മാങ്ങാപ്പഴം, പേരയ്ക്ക, സപ്പോട്ടയ്ക്ക, പഴുത്ത് തുടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഏത് പഴം വേണേലും തിന്നാം. ഉടനെ പറഞ്ഞ വണ്ടിപ്പെണ്ണെ പോയില്ലേ? ഈ പഴമൊക്കെ തിന്നാലും ചുമന്ന് പഴുത്ത് തുടുത്ത് തൂങ്ങിക്കിടക്കുന്ന അത്തിപ്പഴം സങ്കല്പത്തിൽ അത് തിന്നാവോ? അത് വിലക്കപ്പെട്ട കനി. അതൊരു വേറെ ഏത് പഴം വേണേലും തിന്നാം. പൊട്ടിപ്പെണ്ണെ പോയില്ലേ? ഈ പഴം തിന്നാതെ ഭൂമിയിൽ വേറെ ഏത് പഴം തിന്നിട്ട് എന്താ കാര്യം? പെണ്ണാണെങ്കിൽ പിടിക്കടി, കുനിക്കടി, കടിക്കടി, കെട്ടിയവനെ കൊണ്ട് കടിപ്പിക്കടി, അവളും കടിച്ചു അവനും കടിച്ചു, വിലക്കപ്പെട്ട കനി. അന്ന് ഹവ്വാവിൽ നിമിച്ച് പഠിച്ച സാധാരണ മോൻ്റെ മോൻ ഇന്ന് കുടുംബത്തിൽ വരും. ആണുങ്ങളോട് ചോദിക്കും, വിശക്കുന്നില്ലേ എന്നല്ല, പിന്നെയോ പൊന്നു മോനെ ദാഹിക്കുന്നില്ലേ? ഓ എന്തൊരു ദാഹം! ഭൂമിയിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുമോ? ഒരു തുള്ളി വെള്ളമോ? ലിംക, പെപ്സി, ഫ്രൂട്ടി, സോഡ, കാപ്പി, നാരങ്ങാവെള്ളം, എന്നാ വെള്ളം കുടിക്കാം. ഇതൊക്കെ കുടിച്ചാലും കലക്കി കുലുക്കി ചോരയുടെ പരുവത്തി കുപ്പി വെച്ച വിസ്കി, ബ്രാൻഡി ഇത് കുടിക്കാവോ? ഉടനെ പറയും വിലക്കപ്പെട്ട കനി. ഉടനെ പറയും പൊന്നു മോനെ, ഇത് കുടിക്കാതെ ഭൂമിയിൽ എന്ത് ഫ്രൂട്ടി കുടിച്ചിട്ട് എന്താ കാര്യം? ആണാണെങ്കിൽ എടുക്കടാ, പിടിക്കടാ, കുടിക്കടാ, കുടിപ്പിക്കടാ. ഏതിനിലെ പാപം ഇന്നും ആവർത്തിക്കുന്നു, പല രൂപത്തിൽ പല ഭാവത്തിൽ. എന്താണ് പറഞ്ഞത്? പഴം തിന്നുക. പഴം എന്താണ്? പഴം എന്ന വാക്കിന്റെ അർത്ഥം ബൈബിളിൽ പഴമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം പെട്ടെന്ന് തീരുന്ന സുഖം, നൈമിഷിക സുഖം. കാരണം പഴുത്താ പിന്നെ ഒന്നും അധികം നിലനിൽക്കുകയില്ല, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. കൂഴച്ചക്ക പഴുത്തോ 3 നാൾ കൊണ്ട് കൂഞ്ഞുവിട്ട് അളിഞ്ഞ് കുളവായി മടൽ വിടാൻ അതിന് 3-4 ദിവസം മതി. വാഴക്കൊല പഴുത്തോ പടലിൽ നിന്നും പഴം പൊടുപടാന്ന് പൊഴിഞ്ഞ് താഴത്തേക്ക് വീഴും. പഴുത്താ പിന്നെ പെട്ടെന്ന് തീർന്നു പോകും, പെട്ടെന്ന് തീരുന്ന സുഖം. നമുക്കറിയാം, ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം എന്താണെന്ന് ചോദിച്ചാൽ, ചൊറിയാൻ തോന്നുമ്പം ചൊറിയേണ്ട സ്ഥലത്ത് ഉടനടി ചൊറിഞ്ഞാൽ സ്വർഗം. ചൊറിയാൻ തോന്നിയിട്ട് കൈ പൊക്കാൻ പറ്റിയാലേ അതാണ് സാക്ഷാൽ നരകം. പെടലിയുടെ പുറകിൽ വല്ലാത്തൊരു കടി, പക്ഷെ 2 കൈയും പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭിത്തിയായ ഭിത്തി, മതിലായ മതില്, മരമായ മരം, തിരുമോട് തിരുമ, ഒരുമോട് ഒരുമ, ഇതാണ് നരകം. പക്ഷെ ഒന്ന് മാന്തി പറിച്ചാലോ, സ്വർഗത്തിന്റെ മുന്നാസ്വാദനം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പുഴുക്കടിയിൽ ചൊറിഞ്ഞാൽ ചൊറിയുമ്പം സുഖമുണ്ട്, പക്ഷെ പുഴുക്കടി ഒരിക്കലും കരിയേല. ഇതുപോലെ നൈമിഷിക സുഖങ്ങൾ നമ്മൾ തൃപ്തിപ്പെടുത്തി പോയാൽ തൃപ്തിപ്പെടുത്തുമ്പം സുഖമുണ്ട്, പക്ഷെ ആന്തരിക മുറിവ് ഒരിക്കലും കരിയേല. എപ്പോഴും ആന്തരിക മുറിവുണ്ടായിരിക്കും. സ്വയംഭോഗം, സ്വർഗഭോഗം, മദ്യപാനം, മയക്കുമരുന്ന്, മധുരോത്സവം, ഇതിലൊക്കെ വ്യാപൃതനാകുന്ന മനുഷ്യന് ഒരു താൽക്കാലിക സുഖമുണ്ട്, പക്ഷെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാണല്ലോ വളരെ വലിയ വലിയ ആൾക്കാർ ജീവിതം തകർക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടിയല്ലേ. ഒരു പന്നിയെലി അതിൻ്റെ വിലപ്പെട്ട ജീവൻ സമർപ്പിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടല്ല, പിന്നെയോ ഒരു ഉണക്കമീൻ്റെ തലയ്ക്കും ഒരു തേങ്ങാപ്പൂളിനും വേണ്ടിയാ. ഇതാണ് പഴം തിന്നുക. ഒരു നിമിഷത്തിന് സുഖം തേടുക, ഒരു നൈമിഷികമായ സുഖം. ആ സുഖം തേടി മനുഷ്യൻ വീണു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് കാതുകൊടുക്കുക. ഇതായിരുന്നു പർദീസായിലെ പാപം. ദൈവത്തിന്റെ സ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് കാതുകൊടുത്തു. അതായിരുന്നു ഏദൻ തോട്ടത്തിലെ പാപത്തിന്റെ അരങ്ങേറ്റം എന്നാണ് നമ്മൾ പറയുക. അപ്പൊ തിന്മ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അന്ന് വരെ മനുഷ്യന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. അന്നു മുതൽ മനുഷ്യൻ ഒളിക്കുന്നവനും മറയ്ക്കുന്നവനുമായിട്ട് മാറി. അവന്റെ ജീവിതത്തിൽ ഒളിക്കലുകളും മറയ്ക്കലുകളും ആരംഭിച്ചു. അന്ന് വരെ ജീവിതം തുറന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ തുണിയില്ലാത്ത അവസ്ഥ എന്നല്ല. ദൈവത്തെ ഒളിക്കാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. ഒളിക്കാനുമില്ല മറയ്ക്കാനും ഇല്ലാത്ത അവസ്ഥ. പഴയ നിയമത്തിൽ നഗ്നതയെന്ന് പറഞ്ഞാൽ പരിപൂർണ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് വാഗ്ദാന പേടകമെടുത്തുകൊണ്ട് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ തുണി ഉരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. പരിപൂർണ സ്വാതന്ത്ര്യം. ചില കള്ളുകുടിയന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യം. എന്തോ ഒരു സ്വാതന്ത്ര്യമാ. ഭാര്യയോ മക്കളെയോ ലോകത്തെ ഒന്നും മറയ്ക്കാനില്ല. തുറന്ന പുസ്തകം പോലെ ജീവിതം. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് പാലാ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ 2 കുടിയന്മാർ റോഡ് സൈഡിൽ നിൽക്കുന്നു.
ഒരുത്തൻ നൂൽ ബന്ധമില്ലാതെ ജനിച്ച പാടെ ഗാന്ധി പ്രതിമ പോലെ കരിങ്കൽ സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. വേറൊരു കുടിയനാണെങ്കിൽ ഒരു പീറത്തുണി അരയിൽ ഉടുത്തില്ല പരുവത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിയെ പോയപ്പം തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, പൂസായെന്നും കണ്ട് ബോധം തീർത്തു പോയേക്കരുത്. ആ പോയത് ഒരു വൈദികനാന്ന് ഓർമ്മ വേണം. നമ്മൾ തിരുസഭയുടെ മക്കളാണെന്നും ഓർത്തോണം. എത്ര പൂസായാലും എടാ നിന്റെ നാണം പോയാലും എനിക്കത് പോയിട്ടില്ല, എനിക്കത് ഉണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് പറിച്ച് അവനെ ഒടിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല. ജീവിതം ഒരു തുറന്ന പുസ്തകം. കള്ളുകുടിയനായ മത്തായി ചേട്ടൻ പള്ളിയുടെ വാതിലൂടെ പോയപ്പോൾ വികാരീച്ചൻ പറഞ്ഞു, എപ്പോൾ നോക്കിയാലും മത്തായി നിൻ്റെ മുണ്ട് അരയിലല്ല തോളയിലാണ് കാണുക. അതുകൊണ്ട് മത്തായിയോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നീ നിൻ്റെ മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടണം, നീ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറണം. മത്തായി സമ്മതിച്ചു. അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞു, മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടണം. മത്തായി വീണ്ടും മൂളി. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛൻ നോക്കുമ്പോൾ മത്തായി തുണി കോലെ പോക്കി പട്ടം പറപ്പിക്കുന്ന പോലെ റോഡിലൂടെ നടന്നു പോകുന്നു. അച്ഛൻ പറഞ്ഞു, മത്തായി ഞാൻ പറഞ്ഞില്ലേ മദ്യപാനത്തെ ക്രൂശിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടണമെന്ന്. എന്നിട്ട് നീ എന്തേ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്? അവൻ പൊന്നച്ച, അച്ഛൻ പറഞ്ഞതുപോലെ മദ്യപാനത്തെ ക്രൂശിച്ചു, മോഹങ്ങളെ പെട്ടിയിലാക്കി, ഇച്ഛകളെ കല്ലറ വെച്ച് പൂട്ടി. പക്ഷേ എൻ്റെ അച്ഛ, അതെല്ലാം അവനോടൊപ്പം 3-ാം ദിവസം ഉയർത്തു വന്നു നിത്യകാലം ജീവിക്കാനായിട്ട്. ഇപ്പം മനുഷ്യൻ പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യനാണ്. പാപത്തിൻ്റെ അധമ വാസനകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു മോചനം ആവശ്യം. തിന്മ ചെയ്ത മനുഷ്യൻ ഒളിച്ചു മറച്ചു. നമ്മൾ കാട്ടുന്നു, കാട്ടുപന്ത ചെടികൾക്കിടയിൽ ഒളിച്ചു, ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ ഇലയും പറിച്ചെടുത്തു. എന്നിട്ട് ഒരു സംശയം, നഗ്നത ശരിക്കും മറഞ്ഞോ ഇല്ലയോ? ആദ്യ വെപ്രാളത്തിന് കൈ കിട്ടിയത് ചൊറിയുണങ്ങിൻ്റെ ഇല, അതെടുത്തു. അന്ന് മുതൽ ചില കെട്ടിയവന്മാർക്ക് പെമ്പർനൂത്തിയെ കാണുമ്പോൾ ചോറിച്ചില്, ചില പെണ്ണുങ്ങൾക്ക് കെട്ടിയവനെ കാണുമ്പോൾ ചോറിച്ചില്, ചില ആൾക്കാർക്ക് അച്ഛന്മാരെ കാണുമ്പോൾ ചോറിച്ചില്. ഈ ചൊറിയുന്ന ചരിത്രം, ഒളിക്കുന്ന ചരിത്രം, മറയ്ക്കുന്ന ചരിത്രം ഏതും തോട്ടത്തിൽ ആരംഭിച്ചു എന്നാണ് പറയുക. ഒളിക്കലും മറയ്ക്കലും ആരംഭിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. നമ്മൾ വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളുടെ വെളിച്ചത്തെടുത്താൽ എന്താണ് പാപമെന്ന് ചോദിച്ചാൽ 4 വ്യാഖ്യാനങ്ങൾ വചനം നമുക്കായി തരുന്നു. 1, പാപമെന്ന് പറയുന്നത് ഒരാൾ സ്വന്തം സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ഒതുങ്ങുന്നതാണ്. എന്താണ് പാപം? ഒരു വ്യക്തി സ്വന്തം സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ഒതുങ്ങുന്നതാണ് പാപം. തിന്മ ചെയ്യുന്നതിന് മുമ്പ് ആദ്യ മാതാപിതാക്കൾ ചിത്രശലഭങ്ങളെ പോലെ, പൂമ്പാറ്റകളെ പോലെ, വാനമ്പാടിയെ പോലെ പറന്നുല്ലസിച്ച് നടന്നു. തിന്മ ചെയ്ത മനുഷ്യൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി. ദൈവമായ കർത്താവ് ഇന്ന് ചോദിക്കുന്നു, മകനെ മകളെ, നിന്റെ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് നീ ഒതുങ്ങിയ ആളാണ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ റബ്ബർ, എൻ്റെ കോഴി, എൻ്റെ ആട്, എൻ്റെ പശു, അങ്ങനെ ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയ മനുഷ്യനാണോ ഞാൻ? അതല്ലേ ബൈബിളിൽ ഒരു പാപമെന്ന് പറയുക. പോഷനായ ധനികൻ അവൻ പറഞ്ഞതെന്താ? ഞാൻ എൻ്റെ അറപ്പര പൊളിക്കും, എൻ്റെ അറപ്പര ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കും, എന്നിട്ട് ഞാൻ പറയും എൻ്റെ ആത്മാവെ തിന്നുകുടിച്ച് ആഹ്ലാദിക്കുക. അവിടെയാണ് യേശു ചോദിക്കുക, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ ആത്മാവ് എവിടെ? നിന്റെ നിത്യത എവിടെ? ഇപ്പം നമ്മുടെയൊക്കെ തിന്മയാണ് സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങുക. ബ്രഹ്മാണ്ടൻ കെട്ടിടം പണിത് വെച്ചിരിക്കുന്നു. കെട്ടിടത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ബോർഡ്, കടിക്കുന്ന പട്ടിയുണ്ട്, ആരും വന്നേക്കരുത്. പിരിവുകാർ വന്നാൽ പട്ടി അഴിച്ചു വിടും. അച്ഛന്മാരെ കണ്ടാൽ അകത്ത് അടച്ചുകൂടിയിരിക്കും, ഞാനുണ്ടെന്ന് ആരും അറിയണ്ട. ചില മനുഷ്യരിങ്ങനെയുണ്ട്, സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോയി. ആദ്യ മാതാപിതാക്കൾ കാട്ടുപന്ത ചെടികൾക്കിടയിൽ ഒളിച്ചതുപോലെ. അപ്പം ഞാൻ ഒതുങ്ങിപ്പോയ മനുഷ്യനാണോ? എൻ്റെ സ്വാർത്ഥതയുടെ കവചത്തിലേക്ക് ആമയെപ്പോലെ തല ഉള്ളിലേക്ക് വലിച്ച വ്യക്തിയാണോ? എങ്കിൽ ഞാൻ പാപത്തിലാണ്. പാപം ആകാശം ചുരുങ്ങുന്നതാണ്. 2, പാപം ഒരു വലിയ മറവിയാണ്. എങ്ങനെയുള്ള മറവി? ദൈവം പരിപാലിച്ച വഴികളെ വെറുതെ അങ്ങ് മറക്കുക. ദൈവത്തിൻ്റെ ഇടപെടലുകളെ ഒരു നിമിഷം കൊണ്ടങ്ങ് മറക്കുക. ചില ആൾക്കാർക്ക് പെട്ടെന്നല്ലേ മറവി. ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്റെ മറവിക്ക് എന്താ അടയാളങ്ങൾ? അവൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങളുണ്ട്. എന്തെല്ലാമോ? 1 മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഒരു നിമിഷം കൊണ്ടാണ് മനുഷ്യന് മറവി വരിക. വന്ന വഴികളെ മറക്കുന്നത് പാപമാണ്. ദൈവം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നിയോഗത്തെ മറക്കുന്നതും പാപമാണ്.
അതുകൊണ്ടാണല്ലോ ബൈബിളിൽ 2 പേര് വന്ന വഴികളെ മറന്നു. ഒന്ന് ഹാഗാർ. ഇസ്മയേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗാറിന് സാറായോട് പുച്ഛം. സാറായെ പുച്ഛിച്ച് തലക്കനത്തോടെ ഹാഗാർ പോയപ്പോൾ ദൈവം വിളിക്കുന്ന വാക്ക്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ പോകുന്നു? നീ ഇസ്മയേലിൻ്റെ അമ്മയാണേലും ഒരു കാര്യം മറക്കരുത്, അടിസ്ഥാനപരമായി നീ ഒരു ദാസിയാണ്. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ പോകുന്നു? വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനെ യേശു വിളിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ. അതിൻ്റെ അർത്ഥം എന്താ? നീ ഏത് പോപ്പായാലും ഏത് മാർപ്പാപ്പയായാലും നിന്റെ അപ്പൻ യോനായുടെ ദേഹത്തുള്ള മത്തിയുടെ ഉളുമ്പിൻ്റെ മണം നീ മറക്കരുത്. വന്ന വഴികളെ മറക്കരുത്. ദൈവം നമ്മളെ എത്രമാത്രം ഉയർത്തിയല്ലേ. പണ്ടത്തെ ചാണകം മെഴുകിയ തറയിൽ നിന്നും നല്ല വാർത്ത ഒരു പുതിയ വീട്ടിലേക്ക് ദൈവം കാലങ്ങളിലൂടെ വളർത്തി. ആവശ്യത്തിനുള്ള ആഹാരം കിട്ടാതിരുന്ന കാലത്തു നിന്നും ഭക്ഷണത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം എത്തി. 50 പൈസ കയ്യിലെടുക്കാനില്ലാഞ്ഞ കാലത്തു നിന്നും എത്രയോ നോട്ടുകളുടെ കാലത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തി. നിസ്സാരപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും സമൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ പലരെയും ഉയർത്തി. പക്ഷെ അപ്പോൾ നമ്മൾ ഒരിക്കലും പഴയ കാലം മറക്കരുത്. ഞാനിങ്ങനെ കണ്ണാടി നോക്കി മുടി ഈരുകയാണ്, കുലുങ്ങി പാട്ട് പാടിക്കൊണ്ട് മസ്ത് മസ്തിക എന്നൊക്കെ പാടി ഇങ്ങനെ ഞാൻ മുടി ഈരുമ്പോൾ ദൈവം ഒരു ചോദ്യം, പുത്തമ്പരിക്കൽ കുഞ്ഞേപ്പിയേട്ടൻ്റെ മോനായ ജോസഫേ, നീ എന്നാത്തിനാ ചിരിക്കുന്നത്? കാരണം പറയുന്നത് എന്താ? നീ ഏത് ധ്യാനഗുരുവായാലും നിന്റെ അപ്പൻ്റെ ദേഹത്തുള്ള ഒട്ടുപാലിൻ്റെ മണം നീ മറക്കരുത്. വന്ന വഴികളെ മറക്കരുത്. എത്തേണ്ട നിയോഗങ്ങളെ മറക്കരുത്. ഞാൻ, എൻ്റെ വീട്ടുപേര്, എൻ്റെ ഷേപ്പ്, എൻ്റെ ഈ മുടി, ഇതൊക്കെ ദൈവം തന്നതാ. ഇതിനോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ. അമേരിക്കയിലും വരും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, അച്ഛാ $1,500 ശരിക്കും അങ്ങ് മുടക്കി കഴിയാമെങ്കിൽ അച്ഛൻ്റെ മുടി കാലാകാലം കോല് പോലെ നീട്ടി നിർത്താം. ഞാൻ പറയും, അത്രയും പൈസയുള്ള ഈ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മുടിയും വെട്ടിച്ച് ചായയും കുടിച്ച് ബോണ്ടായും തിന്നാൻ ആ കാശ് ധാരാളം മതിയല്ലോ. എയർപോർട്ടിൽ നിന്ന് കറമ്പി പെണ്ണുങ്ങൾ ബാഗും തള്ളിക്കൊണ്ട് പുറകെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ എന്നെ നോക്കും. കറുത്ത പെണ്ണുങ്ങൾക്ക് എന്നെ, ഈ നീഗ്രോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നിറം മാറ്റം ഉണ്ടെങ്കിലും മുടി അവളുടേതുപോലെയാണ്. അവളിങ്ങനെ നോക്കിയിട്ട് ചിലപ്പം ചോദിക്കും, ആർ യു ഫ്രം എത്യോപ്യ? ആർ യു ഫ്രം എത്യോപ്യ? ഇങ്ങനെ എത്യോപ്യയിൽ നിന്നാണ്. ഞാൻ പറയും, നോ, ഐ ആം ഫ്രം ദ ലാൻഡ് ഓഫ് ടപ്പിയോക്ക. ഇതാണ് നമ്മുടെ നാട്. ഇപ്പം ജനിച്ച നാടിനെ മറക്കാൻ പറ്റുമോ? കിട്ടിയ രൂപത്തെ മറക്കാൻ പറ്റുമോ? കിട്ടിയ ഷേപ്പിനെ മറക്കാൻ പറ്റുമോ? പാപം ഒരു മറവിയാണ്. 3, പാപം ഒരു ജീർണതയാണ്. പാപം ഒരു ജീർണിക്കലാണ്, ജീർണതയാണ്. പറുദീസായുടെ പടിവാതിൽ നിന്നും ആദ്യ മനുഷ്യൻ ജീർണിച്ച് ഇറങ്ങിപ്പോയി. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഊട്ടുമേശയിൽ നിന്നും പന്നിക്കുഴിയിലേക്ക് താന്നുപോയി. പാപം ഒരു ജീർണതയാണ്, ഒരു ഇറക്കത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. പാപത്തിൻ്റെ ഈ ഇറക്കം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്താണ് ഈ പടിയിറക്കമെന്ന് പറയുക? ദൈവം നൽകിയ ജീവിതാന്തസ്സിന് ചേരാത്ത സംസാരമോ പെരുമാറ്റമോ പ്രവൃത്തിയോ ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് പടിയിറക്കം. ഒരച്ഛനെന്ന രീതിയിൽ എൻ്റെ ഒരു വൈദികൻ്റെ അന്തസ്സിന് ചേരാത്ത, വിലയ്ക്ക് ചേരാത്ത സംസാരങ്ങൾ പ്രവൃത്തികളുണ്ടായാൽ എൻ്റെ പടിയിറക്കം. ഒരപ്പൻ്റെ, ഒരമ്മയുടെ, ഒരു ഭർത്താവിൻ്റെ, ഒരു ഭാര്യയുടെ നിലവിട്ടുള്ള സംസാരമോ പ്രവൃത്തിയോ ബന്ധങ്ങളോ വന്നാൽ അത് ജീർണിക്കലാണ്, ജീർണതയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന വാക്ക് പാപം. 4, പാപമെന്ന് പറയുന്നത് 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലാണ്. പറുദീസയിൽ മനുഷ്യൻ്റെ 4 ബന്ധങ്ങളിൽ വിള്ളൽ വീണു. ഏതെല്ലാം ബന്ധങ്ങളിലാണ് വിള്ളൽ വീണത്? ഇതേ വിള്ളലാണ് ഇന്ന് നിങ്ങൾക്കും എനിക്കും ഇവിടെ ഇന്ന് സംഭവിക്കുക. 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളൽ. 1, ദൈവ-മനുഷ്യ ബന്ധം. 2, മനുഷ്യ ബന്ധം. 3, മനുഷ്യ മനസാക്ഷി ബന്ധം. 4, മനുഷ്യ പ്രപഞ്ച ബന്ധം. പറുദീസയിൽ 4 ബന്ധങ്ങളിൽ വിള്ളൽ വീണു. ഇന്ന് ഈ ധ്യാന ദിവസം നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ടോ? ദൈവ-മനുഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണോ? ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? നീ എന്തേ എന്നെ പേടിച്ച് ഒളിച്ചിരിക്കുന്നത്? പവൻ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് പേടിയാ. ദൈവ-മനുഷ്യ ബന്ധത്തിലെ വിള്ളൽ നമുക്കിടയിലുമുണ്ട്. കുമ്പസാരിക്കാൻ മടി, കുർബാനയ്ക്ക് പോകാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, ബൈബിൾ വായിക്കാൻ മടി, ദൈവവുമായി ബന്ധപ്പെട്ട സകലത്തിൽ ഒരു മടി, ഒരു ബുദ്ധിമുട്ട്, ഒരു മനപ്രയാസം.
എങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ മനുഷ്യനാണ് ഞാൻ. എപ്പോഴെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുവോ അപ്പോഴൊക്കെ ദൈവം ചോദ്യങ്ങളുമായിട്ട് വരും. അതാണല്ലോ ലോകത്തിലെ ഒന്നാമത്തെ ചോദ്യം. ഏദൻ തോട്ടത്തിലെ കന്യമണ്ണിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ യുഗാദിയിൽ ദൈവം കോറിയിട്ട ചോദ്യം. ഉൽപ്പത്തി 3:9, ആദാം നീ എവിടെ? ഈ ചോദ്യം ഇന്ന് ഇവിടെ നമ്മോട് ചോദിക്കുന്നു. മകനെ നീ എവിടെ? ആദം നീ എവിടെ? പാർട്ടി ഓഫീസിൽ, ചായക്കടകളിൽ, പീഡിക വരാന്തിയിൽ, പൊതുപ്രവർത്തന രംഗത്തൊക്കെയുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് കാണുന്നില്ലല്ലോ, ധ്യാനിക്കാൻ കാണുന്നില്ലല്ലോ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കാണുന്നില്ലല്ലോ, കുമ്പസാരത്തിന് കാണുന്നില്ലല്ലോ, ബൈബിൾ വായിക്കാൻ കാണുന്നില്ലല്ലോ. ആദം നീ എവിടെ? ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ നിത്യത എവിടെ? ഈ ചോദ്യം ആവർത്തിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണപ്പോഴാണ്. മനുഷ്യ ബന്ധത്തിൽ വീഴുന്ന വിള്ളലാണ് പാപം. കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ഉൽപ്പത്തി 4:9. കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? നമ്മോടും ചോദിക്കുകയാണ്, മകനെ നിന്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ നീ എവിടെ നിൽക്കുന്നു? മോളെ നിന്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ എവിടെ നിൽക്കുന്നു? അയൽവാസികളുമായുള്ള ബന്ധത്തിൽ എവിടെ നിൽക്കുന്നു? ഏതെങ്കിലും കാരണത്താൽ എൻ്റെ ഭാര്യ വീട്ടുകാരോട് പിണങ്ങിയിരിക്കുന്ന ഒരു ഭർത്താവാണോ ഞാൻ? എന്തെങ്കിലും കാരണത്താൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും പിണങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയാണോ ഞാൻ? ചില ആൾക്കാരുടെ പിണക്കം കാരണം അവരെൻ്റെ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരുടെ വീട്ടിൽ ഞാനും പോകത്തില്ല, അവരെൻ്റെ വീട്ടിലും വരാൻ പാടില്ല. ചിലരെ വഴി വെച്ച് കാണുമ്പോൾ വിമിഷ്ടത്തോടെ ഞാൻ വഴിമാറി നടക്കുന്നു. അപ്പം അവിടെയാണ് ചോദ്യം, കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ആരോടെങ്കിലും പിണക്കോ വിദ്വേഷമോ ഉണ്ടോ? രമ്യതപ്പെടുക. ഒരു ധ്യാനം എന്ന് പറയുന്നത് അടിസ്ഥാനമായി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുക, മനുഷ്യരോട് ബന്ധം സ്ഥാപിക്കുക. അതിന് സഹായിക്കുന്നവ മാത്രമാണ് ധ്യാനം. ദൈവത്തിൽ നിന്നകന്നു മനുഷ്യനീ നകലും. അതുകൊണ്ടല്ലേ ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൽ നിന്നകന്നപ്പോൾ അവർ തമ്മിൽ അകുന്നു. അവർ തമ്മിൽ അകന്നപ്പോൾ മൂത്ത മകൻ ഇളയവനെ കൊന്നു. എല്ലാ തകർച്ചയുടെ ആരംഭം ദൈവവുമായുള്ള ബന്ധം മുറിച്ചതാണ്. ഇപ്പം മനുഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ടോ? തിരുത്താൻ ദൈവം വിളിക്കുന്നു. 3, മനുഷ്യ മനസ്സാക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണു. ദൈവം ചോദിച്ചു, ആദം ഹൗവ നിങ്ങളുടെ അരയിൽ എന്താ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, അത്തിമരത്തിൻ്റെ ഇല കൊണ്ടുള്ള അരക്കച്ച. അതെന്തിനാ ഉടുത്തത്? ഞങ്ങൾ നഗ്നരായതുകൊണ്ട്. ആര് പറഞ്ഞു നഗ്നരാണെന്ന്? ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി. മനുഷ്യനെ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി. അതാണ് പൗലോസപ്പോസ്തലൻ പറയുക, ആഗ്രഹിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധമനായ മനുഷ്യനാണ് ഞാൻ. മനുഷ്യനെ മനസ്സാക്ഷിയിൽ വിള്ളൽ വീണു. അവനെ തന്നെ ഒളിക്കാൻ തുടങ്ങി. നമ്മൾ നോർത്ത് നോക്കുക, ഒളിക്കലും മറയ്ക്കലും പ്രായം മുന്നോട്ട് കൂടുമ്പോഴാണ്. കുഞ്ഞുനാളിൽ ഒളിക്കാനും മറയ്ക്കാനും വല്ലതും ഉണ്ടോ? കൊച്ചു പിള്ളേർക്ക് ഒളിക്കാനുമില്ല മറയ്ക്കാനുമില്ല. എന്നാ ചോദിച്ചാലും നേരെ വാ നേരെ പോ. ഒരച്ഛൻ പള്ളിയിൽ കുർബാന അർപ്പിച്ചു. തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. ഇത് കണ്ട പാടൊരു കൊച്ചു ചെറുക്കൻ അടുത്ത് നിന്ന് കൂട്ടുകാരൻ്റെ തോളെ തട്ടിയിട്ട് പറയുക, കള്ളയച്ഛൻ. അവൻ ചോദിച്ചു, അയനാണ് നീ അങ്ങനെ പറഞ്ഞത്? ഓ, നിത്യം ജീവിപ്പിക്കുന്ന ഈ മുഴുത്തയപ്പം മുഴുവൻ അച്ഛൻ ഒറ്റയ്ക്കും തിന്നും, മരിച്ചു പോകുന്ന ചില്ലറയെല്ലാം കൂടെ നമുക്കും തരും. കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. എന്നാ കണ്ടാലും കണ്ടതുപോലെ ഉടനടി പറയുക. ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ രാവിലെ വീട് വെഞ്ചിരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുഞ്ഞ് അമ്മയുടെ എളിയിലിരിക്കുന്നു. എന്നെ കണ്ട പാടെ കൊച്ച് അമ്മയോട് ചോദിച്ചു, എന്നതാ അമ്മേ ഇത്? അമ്മ പറഞ്ഞു, ഇതല്ല ഈശോയാ, സ്തുതിയെല്ലിക്കോളാൻ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് കുട്ടി സ്തുതിയല്ലി. പ്രാർത്ഥന കഴിഞ്ഞ് പോരുമ്പോൾ മുറ്റത്ത് 1-ാം തരം പന്തൽ, അതിൽ നല്ല പച്ച കോവയ്ക്ക തുടുത്ത് തൂങ്ങിക്കിടക്കുന്നു. ഇളം വെയിലത്ത് 5-6 കോവയ്ക്ക പറിച്ച് ഞാൻ കറുമുറ കടിച്ചു തിന്നാൻ തുടങ്ങി. ഉടനെ കൊച്ച് അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ട് ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുക. ഹൈറേഞ്ചിൽ ഒരു പള്ളിയിൽ ഒരച്ഛൻ വന്നു. വികാരിച്ചൻ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ആ അച്ഛൻ തൊട്ടടുത്തുള്ള വീട്ടിൽ അദ്ദേഹത്തിന് സ്വന്തക്കാരുടെ വീട്ടിൽ ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ നേരത്ത് പറഞ്ഞു, 5:30 വിളിച്ചേക്കണം, 6:30 ബസ്സിന് എനിക്ക് പോകാനുള്ളതാണ്. അവർ സമ്മതിച്ചു. അച്ഛൻ കിടന്നുറങ്ങി. വീട്ടിലൊരു കൊച്ചു മോൻ ഉറങ്ങാതെ കുത്തിയിരിക്കുക. അച്ഛനെ വെളുപ്പിനെ 5:30 വിളിക്കാനായിട്ട്. 5:30 5 മിനിറ്റ് മുമ്പ് തന്നെ അവൻ അച്ഛൻ്റെ കാലെ പിടിച്ച് വലിച്ചു. ഏക്കച്ച. അച്ഛൻ എഴുന്നേറ്റു. 6:30 പോകണ്ടേ അച്ഛ? അച്ഛൻ ചിരിച്ചു. അച്ഛൻ നോക്കുമ്പോൾ കയ്യിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, പിന്നെ നാക്ക് വടിക്കാൻ വേണ്ടി ഈർക്കിൽ കയറിയ ഒരു ടങ് ക്ലീനർ, പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഒരു ടൂത്ത് ബ്രഷ്,
അതിൻ്റെ ചകിരിയെല്ലാം വിടർന്നിരിക്കുന്നു, ആരോ തേച്ച് പഴകിയതുപോലെ. അച്ഛൻ ഓക്കാനിക്കാൻ വന്നു. അച്ഛൻ പറഞ്ഞ, മോനെ പേസ്റ്റും ഇറുക്കിലിയും വേണം, ബ്രഷ് എനിക്ക് വേണ്ട. അതെന്നാ? അത് നിങ്ങൾ തേക്കുന്ന ബ്രഷാന്ന് അച്ഛന് കാണുമ്പോൾ അറിയാം. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കമായ മറുപടി, എൻ്റെ അച്ഛ, ഇത് ഞങ്ങളാരും തേക്കുന്നതല്ല, വിരുന്നുകാർക്ക് വച്ചിരിക്കുന്നതാണ്. ഇതാണ് അവൻ്റെ നിഷ്കളങ്കമായ മറുപടി. ഒളിക്കാനറിയത്തില്ല, മറയ്ക്കാനറിയത്തില്ല. ഒരു വീട്ടുകാർ അയൽവക്കത്തെ വീട്ടിൽ ഓരോ കുപ്പി പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ കുടുംബനാഥ പള്ളിയിൽ പോയി അങ്ങേ വീട്ടിൽ പാല് കൊടുത്തിട്ടില്ല. 6 വയസ്സുള്ള മോനെ അകത്താക്കിയിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അയൽവക്കത്ത് വിരുന്നുകാർ വന്നപ്പം പാലില്ലാത്തതുകൊണ്ട് അയൽവക്കത്തെ ചേർത്തി പാലിന് വന്നു. പാവം പറഞ്ഞു, അമ്മ 8:30 പള്ളിയിൽ നിന്ന് വരുള്ളൂ, അമ്മ വരാതെ തരാൻ പറ്റിയല്ല. ഉടനെ ആ ചേർത്തി പറഞ്ഞു, അയ്യോ പാലില്ലെങ്കിൽ കാപ്പിക്ക് പറ്റിയല്ലോ, എനിക്കറിയത്തില്ല, അമ്മ വരണം. പാലെവിടെ ഇരിക്കുന്നു? അടുക്കളയിൽ. മോനെടുത്ത് തരാമോ? എന്നെക്കൊണ്ട് പറ്റിയല്ല. ഞാൻ കയറി എടുത്തോട്ടെ? അതും പറ്റിയല്ല. അതെന്നാടാ? എൻ്റെ ചേട്ടത്തി, സത്യം പറയാമല്ലോ, അമ്മ വന്നാലേ എന്തേരെ വെള്ളം ചേർക്കണമെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ചേട്ടത്തി എന്നെ നിർബന്ധിച്ചേക്കരുത്. ഇപ്പം പിള്ള മനസ്സിൽ കള്ളമില്ല. മനുഷ്യൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങുമ്പോൾ, മനസാക്ഷിയിൽ വിള്ളൽ വീഴുമ്പോൾ മനുഷ്യൻ ഒളിക്കലും മറയ്ക്കലും ആരംഭിക്കും. ഇല്ലെങ്കിൽ നേരെ വാ നേരെ പോ. മനസാക്ഷിയിൽ വിള്ളൽ വീഴുമ്പം അത് കുമ്പസാരത്തിൽ വരെ നമുക്കറിയാനായിട്ട് പറ്റും. കുമ്പസാരിക്കാൻ വേണ്ടി അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോഴാണ് ശരിക്കും കുമ്പസാരിക്കാൻ തീരുമാനിച്ച ചെല്ലുക. പക്ഷെ ചെന്ന് നോക്കിയപ്പോഴാണ് പരിചയമുള്ള അച്ഛൻ. ഉടനെ വിഴുങ്ങും. നമ്മളെല്ലാം ഓർക്കും. പിന്നെ വട്ടോൻ, കണഞ്ഞോൻ, ആരോൻ, കൊഴിയാള, പൊടിമീൻ, ഊപ്പമീൻ, അതൊക്കെ ഈ അച്ഛൻ്റെ അടുക്കൽ. പരിചയമില്ലാത്ത അച്ഛന്മാരെ കണ്ടിട്ട് അവിടെ വേണം തിമിങ്ങലം, തെരണ്ടി, കൂരി, സ്രാവ്. ഈ ഒളിച്ചുള്ള കുമ്പസാരം ഇത് മനസാക്ഷിയുടെ വിള്ളലിനെയാണ് സൂചിപ്പിക്കുക. മനസാക്ഷിയുടെ വിള്ളൽ. ഇപ്പം മനുഷ്യ മനസാക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണു. 4, മനുഷ്യ പ്രപഞ്ച ബന്ധത്തിൽ വിള്ളൽ വീണു. ആര് കാരണമാ നീ പഴം തിന്നത്? നീ സൃഷ്ടിച്ച ജീവി സർപ്പം കാരണമാ ഞാൻ പഴം തിന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സിമ്പലാണ്. സർപ്പം കാരണം പഴം തിന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ പ്രപഞ്ചത്തിനെതിരെ ആരോപണം ഉയർത്തി. അങ്ങനെ മനുഷ്യ പ്രപഞ്ചബന്ധത്തിൽ, മനുഷ്യ മനസാക്ഷി ബന്ധത്തിൽ, മനുഷ്യബന്ധത്തിൽ, മനുഷ്യ ദൈവബന്ധത്തിൽ വിള്ളൽ വീണു. ഈ 4 വിള്ളലുകളെ വിളിക്കുന്ന വാക്ക് പാപം. ഇനി എന്താണ് നമ്മുടെ പാപമെന്ന് അക്ക വിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് മനുഷ്യൻ്റെ പാപമെന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവൻ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നില്ല, അവൻ ഉണ്ടായിരിക്കുകയുമില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇപ്പം മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളെയും 3 തലക്കെട്ടുകളുടെ കീഴിൽപ്പെടുത്താമെന്നാണ് നമ്മൾ കാണുക. എല്ലാ പാപങ്ങളും 3 തലക്കെട്ടിൽപ്പെടും. ഏതെല്ലാമാ? കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. സകല പാപങ്ങളും ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നതാണ്. എല്ലാ പാപവും തുടങ്ങുന്നത് കണ്ണിക്കൂടെയാണ്. ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരം കാണുമ്പോൾ ഒരു പുരുഷൻ്റെ പ്രലോഭനം കണ്ണിലൂടെ ആരംഭിക്കുന്നു. ഒരു പുരുഷൻ്റെ നഗ്നമായ ശരീരം കാണുമ്പോൾ ഒരു സ്ത്രീക്ക് പ്രലോഭനം കണ്ണിലൂടെ ആരംഭിക്കുന്നു. വലിക്കുന്നയാൾക്ക് നല്ല സിഗരറ്റ് പാക്കറ്റിൽ സിഗരറ്റ് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രലോഭനം. കുടിക്കുന്നയാൾക്ക് ബ്രാൻഡിക്കുപ്പി, വിസ്കിക്കുപ്പി, കള്ളുകുപ്പി ഇരിക്കുന്ന കാണുമ്പം വായിൽ ഒരു ഉമിനീര്, ഒരു പ്രലോഭനം. നീല കാസറ്റ് ഇഷ്ടമുള്ളവന് ആ കാസറ്റ് കാണുമ്പോഴാണ് വികാരം. മഞ്ഞപ്പുസ്തകം വായിച്ച് പഠിച്ചവന് അതിൻ്റെ പരസ്യം കാണുമ്പോഴത്തേക്ക് പ്രശ്നം. വൃത്തികെട്ട സീരിയൽ കണ്ടാൽ പ്രശ്നം. ഒരു ബ്ലൂ ഫിലിം കണ്ടാൽ പ്രശ്നം. തിന്മ കയറുന്നത് കണ്ണിലൂടെയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങളുടെ കണ്ണിനെ ശ്രദ്ധിക്കാനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. കണ്ണിൽ ഇരുട്ടാണെങ്കിൽ കാഴ്ചയിൽ മുഴുവൻ അന്ധതയായിരിക്കും. കാരണം കണ്ണ് എൻ്റെ ഉള്ളിൻ്റെ തിളക്കമാണ്. കണ്ണ് എൻ്റെ ഹൃദയം എങ്ങനെയാണോ അങ്ങനെയല്ലേ കണ്ണ് യാത്ര ചെയ്യുക. യേശു ഇത് പഠിപ്പിക്കുമ്പം ചൈനക്കാരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ദൈവം തീ വെച്ചിട്ടുണ്ട്, അഗ്നി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഉള്ളിൽ അഗ്നി വെച്ചതുകൊണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഗ്നി ഉള്ളതുകൊണ്ട് അവന് കോപം വരുമ്പോൾ, അരിശം വരുമ്പോൾ, മുൻകോപം വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ അഗ്നി മോടിലോട്ട് കയറിയിട്ട് അത് കണ്ണിലേക്ക് വരും. അപ്പോൾ കണ്ണ് ചുമന്ന് കിടക്കും. കോപം വരുമ്പം കണ്ണ് ചുമക്കും. എന്നിട്ട് അരിശത്തോടെ നോക്കും. അപ്പോഴാണ് നമ്മൾ പറയുക, വെറുതെ എന്നെ നോക്കി ദഹിപ്പിക്കല്ലേ കേട്ടോ, കണ്ണിൻ്റെ പവർ. ഇത് ചൈനക്കാരുടെ കാഴ്ചപ്പാട്. ഗ്രീക്കുകാരിൽ സോക്രട്ടീസും പ്ലേറ്റോയും ഒക്കെ കരുതിയിരുന്ന കാഴ്ചപ്പാട്, മനുഷ്യൻ്റെ കണ്ണിന് രണ്ടറകൾ. ഉള്ളിലെ അറയിൽ ദൈവം അഗ്നിയെ വെച്ചിട്ടുണ്ട്, പുറത്തെ അറയിൽ ദൈവം വെള്ളത്തെ വെച്ചിട്ടുണ്ട്. വെള്ളം അകത്തേക്ക് കിടക്കാതിരിക്കാൻ നടുക്ക് ഒരു ഭിത്തി, തീ പുറത്തേക്ക് പോയിരിക്കാൻ നടുക്കൊരു ഭിത്തി. ഉള്ളിലെ തീ പുറത്തേക്ക് വന്ന് ലോകത്തിലെ വസ്തുവിലെ നോക്കുമ്പോൾ വസ്തുവിലെ തീ ഒരുമിച്ച് മുട്ടുമ്പോൾ മനുഷ്യൻ കാണുന്നു, കാഴ്ച ലഭിക്കുന്നു. ഇതായിരുന്നു കാഴ്ചപ്പാടുകൾ, ഗ്രീസിലെ കാഴ്ചപ്പാട്. ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നല്ല അഗ്നിയുണ്ട്, മനുഷ്യൻ്റെ കണ്ണിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ സന്യാസിമാർ പറയും, ഒരു കമ്പി കൈപ്പിടിച്ചിട്ട് കണ്ണുകൊണ്ട് ശ്രദ്ധ തെറ്റാതെ നോക്കിയാൽ ആ കമ്പി വളയ്ക്കാൻ പറ്റും. ഭാരതത്തിൽ ഒരു ഇതിഹാസ പക്ഷിയുണ്ട്. ആ പക്ഷിയെക്കുറിച്ച് പറയുന്നത്, അതിന് തിന്നാനുള്ള സാധനം ശേഖരിച്ച് വെച്ചിട്ട് ആ പക്ഷി അതിലേക്ക് നോക്കുമ്പോൾ ആ സാധനം അവിടെ ഇരുന്ന് വേകാനായിട്ട് തുടങ്ങും. നോട്ടത്തിൻ്റെ ശക്തിയിൽ നിന്നാണ്. കണ്ണിനൊരു ശക്തിയോടെ നമുക്കറിയാം. എന്തായാലും നിങ്ങളും ഞാനും വിശ്വസിക്കുന്നു കണ്ണിൻ്റെ ശക്തി. അതുകൊണ്ടല്ലേ ചില ആൾക്കാരുടെ കണ്ണിന് എന്തോ ഒരു പവറാണ്. അതുകൊണ്ട് ചിലപ്പോൾ അച്ഛന്മാരെ കൊണ്ട് ആൾക്കാർ വന്ന് ഉപ്പ് വെഞ്ചരിപ്പിക്കും, വെള്ളം വെഞ്ചരിപ്പിക്കും, ചരട് വെഞ്ചരിച്ച് കൊണ്ടുപോകും. കണ്ണ് കിട്ടാതിരിക്കാൻ, കണ്ണുദോഷം വരാതിരിക്കാനാ എന്നും പറഞ്ഞാണ് കൊണ്ടുപോവുക. കണ്ണിൻ്റെ ശക്തി ചില ആൾക്കാർക്ക് ഭയങ്കര ശക്തിയാണ്. നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ലല്ലോ. നിറയെ പാലുള്ള ഒരു എരുമയുടെ അകിടെ നോക്കിയിട്ട് ഒരു ചേട്ടത്തി പറയും, ഓ ചെമ്പുകലം പോലാണല്ലോ അകിട് കിടക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, 4 ഞെട്ടും കൂടെ അകത്തേക്ക് ഒരൊറ്റ കയറ്റം. അകിട് എവിടെ പോയെന്ന് അറിയത്തില്ല. ചിലരുടെ കണ്ണിൻ്റെ പവറാണ്. ചില പ്ലാവെ നോക്കിയിട്ട് വെറുതെ ദൈവമേ എന്ത് ചക്കയായത്, പറഞ്ഞു തീർന്നില്ല, ഒറ്റ കാറ്റ് പ്ലാവ് മൂടെ ഒടിഞ്ഞ് ഇതാ താഴെ കിടക്കുന്നു. അതുകൊണ്ട് ചില മനുഷ്യർ കെട്ടിടം പണിയുമ്പോൾ ബൊമ്മ കെട്ടിയിടും. കാരണം ബൊമ്മയെ നോക്കിയിട്ട് ഭിത്തിയെ നോക്കാമെങ്കിൽ നോട്ടം നേരെ ഭിത്തിക്കിട്ട് കിട്ടുകയില്ല. അതിനുവേണ്ടിയാണ് ബൊമ്മ കെട്ടിയിടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ചിലരുടെ കണ്ണിൻ്റെ ശക്തി നമുക്കറിയാം, എന്ത് കട്ടിയാണ്. ഒരു മനുഷ്യന് കണ്ണ് നോക്കി എന്ത് കണ്ണ് വെച്ച് പറഞ്ഞാലും അത് ഏറ്റു. അതുകൊണ്ട് അയൽവക്കത്തെ ഒരു മനുഷ്യന് ഇയാൾക്ക് 500 രൂപ കൊടുത്ത് കൂടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അടുത്ത വീട്ടിലെ പശുവിന് 7 ലിറ്റർ പാല് കിട്ടും, അതിൻ്റെ അകിടെ നോക്കി എന്ത് പാലാണോ എന്നൊന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് 500 രൂപ കൊടുത്തു. എന്നിട്ട് കണ്ണു വെക്കാൻ വേണ്ടി ഇയാളെ കൂട്ടിക്കൊണ്ട് പോവുക. വന്നപ്പോൾ കൂട്ടിൽ പശുവില്ല, റബ്ബർ തോട്ടത്തിലാണ്. റബ്ബർ തോട്ടത്തിനറ്റത്ത് കാപ്പിത്തോട്ടം, കാപ്പിത്തോട്ടത്തിനകത്ത് പശുവിനെ കിട്ടിയിരിക്കുന്നു. ദൂരെയും തന്നെ ഇയാൾ കണ്ടു ഈ പശുവിൻ്റെ വാല്. അപ്പോൾ ഇയാളോട് പറഞ്ഞു, ദാണ്ട് ആ വാല് കാണുന്ന പശുവിൻ്റെ അകിടെ നോക്കിയാണ് കണ്ണു വെക്കേണ്ടത്. ഇയാൾ ചോദിച്ചു, ഏത് വാല്? ആ കാപ്പിക്കട കൂടെ കിടക്കുന്ന വാല്. ഞാൻ കാണുന്നില്ലല്ലോ, ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. ഓ ഞാൻ കണ്ടു. ഓ ചേട്ടൻ്റെ ഒരു കാഴ്ചശക്തി കുറേ ഭയങ്കരമാണല്ലോ എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം അവൻ പൊട്ടക്കണ്ണനായിട്ട് മാറി എന്നാണ് പറയുക. ഇപ്പം കണ്ണുകൾക്ക് പവറുണ്ട് മനുഷ്യന്. അപ്പം ഈ കണ്ണ് ശ്രദ്ധിക്കണമെന്ന്. ഉള്ളെങ്ങനെയാണോ കണ്ണ് അങ്ങനെ യാത്ര ചെയ്യും. ഉദാഹരണത്തിന് കുടിയനായ മനുഷ്യൻ പാലായ്ക്ക് പോയാൽ കാണുന്നത് ബാർ ഹോട്ടല്, കള്ളുകട, ബിവറേജ് കോർപ്പറേഷൻ്റെ കട, എവിടെല്ലാം കള്ളച്ചാരായം കിട്ടുമോ അത് മാത്രം കാണും. വസ്ത്രഭ്രമമുള്ള സ്ത്രീ കോട്ടയത്ത് പോയാൽ കാണുന്നത് അയ്യപ്പാസ്, പാർത്താസ്, ശീമാട്ടി, പുളിമൂട്ടിൽ, ബോംബെ ഡൈ. ആഭരണഭ്രമമുള്ള സ്ത്രീ കോട്ടയത്ത് പോയാൽ കാണുന്നത് ജോസ്കോ ജുവലറി, ആലുഗാസ് ജുവലറി, സണ്ണി ജേക്കബ് ജുവലറി, സിറിൽ ജുവലറി, കല്യാൺ ജുവലറി. ഈ സ്വർണ്ണക്കടകൾ മാത്രം കാണും. ഒരു തീറ്റപ്പുറമുള്ള മനുഷ്യൻ കാഞ്ഞിരപ്പള്ളിക്ക് പോയാൽ കാണുന്നത് തട്ടുകട, ചായക്കട, പലഹാരക്കട, ബേക്കറി, പഴക്കട, ഇത് മാത്രം കാണും. മദർ തെരേസ കാഞ്ഞിരപ്പള്ളി പാലാഭാഗത്ത് എവിടെയെങ്കിലും വന്നിരുന്നെങ്കിൽ കാണുമായിരുന്നത് മന്ദബുദ്ധി, മാറാരോഗി, അനാഥപിള്ളേർ, ആരോരും ഇല്ലാത്തവർ, അവരെ കാണും. ഉള്ളെങ്ങനെയാണോ കണ്ണ് അങ്ങനെയാണ് യാത്ര ചെയ്യുക. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന് പോകുമ്പം കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സിനകത്ത് ഇരിക്കുന്ന സമയം, അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു കാപ്പ് കുടിക്കാൻ സമയമുണ്ട്. 10-20 പേര് കാപ്പ് കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ 10-15 പേര് ഇറങ്ങിയിട്ടില്ല. ഞാനെന്തോ ബുക്ക് വായിച്ച് അകത്തിങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞൊരു ശബ്ദം, നോക്കുമ്പോൾ ആണുങ്ങൾ ചാടി എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കുന്നു. ഞാനും നോക്കി എന്താന്ന്. അപ്പോഴാണ് ബസ് സ്റ്റാൻഡിൻ്റെ മതിലേൽ 2 ചെറുപ്പക്കാരിയായിരുന്നു ഒരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ, നായിക ഷക്കീല,
ഷക്കീല എന്ന് പറഞ്ഞാൽ തന്നെ വസ്ത്രത്തിൻ്റെ ഭൂരിപക്ഷ മേഖലയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവൾ. അവളെ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക. ആണുങ്ങൾ വായും പൊളിച്ച് ഷക്കീല ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അല്പം കഴിഞ്ഞ് ഒരമ്പലക്കാള വന്ന് 2 കാലും നിലത്ത് കുത്തി 2 കൈയും ഭിത്തിയെ കുത്തിയിട്ട് ഷക്കീലയെ കടിച്ചു കയറി തുപ്പി താഴോട്ടിടുന്നു. അമ്പലക്കാളിക്ക് പോലും അറിയാം കാണാൻ കൊള്ളാത്ത സാധനമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. പക്ഷേ മനുഷ്യൻ വായും പൊളിച്ച് നോക്കുന്നു. കണ്ണുകളുടെ ദുരാശ. കണ്ണുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൃത്തികെട്ട ഒരു TV സീരിയൽ കണ്ടാൽ, ഒരു മോശമായ പടം കണ്ടാൽ അത് ജഡികമായ പാപത്തിലേക്ക് വീഴും. കണ്ണുകളെ നിയന്ത്രിക്കാത്ത മനുഷ്യൻ ജഡികമായ പാപത്തിൽ വീഴുന്നു. അതാണ് 2 ജഡത്തിൻ്റെ ദുരാശ. 2 സാമുവേൽ 11, 12, 13 അധ്യായങ്ങൾ. 2 സാമുവേൽ 11, 12, 13 അധ്യായങ്ങൾ. രാജാവായ ദാവീദ് ഉച്ചയൂണം കഴിഞ്ഞ് ഉണ്ണിക്കൊടവയറും തിരുമി കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഏമ്പോക്കവും വിട്ട് നടക്കുമ്പം വിലക്കപ്പെട്ട കനി കുളിച്ചേച്ച് കയറി വരുന്നു. പിടിച്ചൊരു കടി വെച്ച് കൊടുത്തു. അവൾ ഗർഭിണിയായി. പാവപ്പെട്ട പട്ടാളക്കാരൻ ഉറിയാവിൻ്റെ ഭാര്യ ബത്ശബ. കണ്ണുകളെ നിയന്ത്രിച്ചില്ല. ദാവീദ് ജഡികമായ പാപത്തിൽ വീഴുന്നു. ജഡികമായ പാപത്തിൽ. 3 ജീവിതത്തിൻ്റെ അഹന്ത. ജീവിതത്തിൻ്റെ അഹന്ത. മനുഷ്യർക്ക് ഓരോ രീതിയിലാണ് അഹങ്കാരം വരിക. ആരോഗ്യമുള്ള ഭർത്താവിനെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭാര്യ, സൗന്ദര്യമുള്ള ഭാര്യയെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭർത്താവ്, മിടുക്കരായ മക്കളെ ഓർത്ത് അഹങ്കരിക്കുന്ന മാതാപിതാക്കൾ, സമ്പത്തുള്ള മാതാപിതാക്കളെ ഓർത്ത് അഹങ്കരിക്കുന്ന മക്കൾ. അഹങ്കാരം ഏത് രീതിയിൽ വന്നാലും തകർച്ചയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ദൈവമാതാവായ പരിശുദ്ധ അമ്മ പറയുന്നു, അഹങ്കാരിയെ ദൈവം അവൻ്റെ സിംഹാസനത്തിൽ നിന്നും തട്ടി താഴെയിടും. അഹങ്കാരികളെ ദൈവം ചിതറിക്കുന്നു, അവരുടെ സിംഹാസനങ്ങൾ തട്ടി താഴെയിടുന്നു എന്നാണ് പറയുക. അപ്പം നമുക്ക് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനില്ല. കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വെറുതെ അങ്ങ് അഹങ്കരിക്കും. എന്തോർത്തോണ്ടാ? നമ്മുടെയൊക്കെ ഓർമ്മ നമ്മൾ നിത്യകാലവും ജീവിക്കുമെന്ന. ചില മനുഷ്യരെ കാണാം, ആകെപ്പാടെ ചെറിയ മനുഷ്യൻ, പക്ഷെ ഒരു കുഞ്ഞ് പിച്ചാത്തിയും പിടിച്ചുകൊണ്ട് പൂസാടിനോട് പറയുക, ആരുണ്ടാ ഇവിടെ? ഇത് ഞാനാ? എന്നാ ഗമയ! കാറ്റ് കൊണ്ടാൽ താഴെ വീഴുന്ന മനുഷ്യനാ. കുഷ്ഠന്മാർക്ക് പോലെ ചുരുണ്ട് നിന്നോട് പറയുക, ആരുണ്ടടാ ഇവിടെ? ഇത് ഞാനാ? ഈ ഞാൻ എവിടാ ഇരിക്കുന്നത്? 2 നിസ്സാരപ്പെട്ട സാധനങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. 1 മുകളിൽ വെട്ടിക്കളയുന്ന മുടി, 2 താഴെ ചവിട്ടിക്കളയുന്ന പൊടി. ചവിട്ടിക്കളയുന്ന പൊടിക്കും മുറിച്ച് കളയുന്ന മുടിക്കും ഇടയിൽ നിന്ന മനുഷ്യൻ പറയുക, ഇത് ഞാനാ? അതുകൊണ്ടാണ് ജ്ഞാനികളായ മനുഷ്യർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 മുറിക്കും. ജ്ഞാനികൾ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 മുറിക്കും. അവർ പറയും, കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായിട്ട് മുറിക്കും. കുളി 1. 1 വയസ്സ് മുതൽ 5-8 വയസ്സ് വരെ കുളിയോട് കുളി. ഏത് വെള്ളം കിട്ടിയാലും, കാടിവെള്ളം, കലക്കവെള്ളം, കഞ്ഞിവെള്ളം, ഓലിലെ വെള്ളം, ടാപ്പിലെ വെള്ളം, ഓസിലെ വെള്ളം, ഏത് വെള്ളം കിട്ടിയാലും പിള്ളേരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കും. കുളിച്ചിട്ട് അവർ വയലിങ്ങനെ സോപ്പൊക്കെ തേച്ച് ഒരുപാട് സന്തോഷിച്ചുകൊണ്ടിരിക്കും. മൂളിപ്പാട്ടും മറ്റും പാടും. കാരണം മനുഷ്യന് ഏറ്റവും രസമുള്ള സ്ഥലം വയറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല മൂളിപ്പാട്ട് പാടുന്നത് വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ? പ്രത്യേക കോച്ചിങ് ഒന്നും കൊടുക്കണ്ട, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ പിള്ളേർ വയറെ ഇങ്ങനെ പതച്ചുകൊണ്ട് നിൽക്കും. ഏറ്റവും രസം കുളി 1, കളി 10. 10 വയസ്സാ പിന്നെ കളിയോട് കളിയാ. അണ്ടാചുണ്ട, കുടുകുടു, കുറ്റിയും പന്തും, കുട്ടിയും കോലും, ഓലപ്പന്ത്, ക്രിക്കറ്റ് കളി, എന്തെല്ലാം കളിയുണ്ടോ പിള്ളേർ കളിക്കാൻ ഓടും. കളി 10. എന്ത് 20. 20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അല്ല 20നോട് അടുക്കുമ്പോഴുമൊക്കെ ചോദ്യത്തോട് ചോദ്യമാണ്. എന്ത് കണ്ടാലും ചോദ്യം. എന്തിനാ പള്ളിയിൽ പോകുന്നത്? എന്തിനാ സംസാരിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ കുർബാനയായിക്കൊള്ളുന്നത്? ചില ചെറുപ്പക്കാർ ആൺപിള്ളേർ പള്ളിയുടെ പുറത്തുള്ള മതിലേലിരിക്കുന്ന കാണാം കുർബാനയ്ക്ക് കയറാതെ. ഞാൻ പറയും, കുർബാനയ്ക്ക് കയറുന്നില്ലേടാ? ഓ, അകത്ത് കയറിയ അച്ഛൻ്റെ ഉണക്ക കുർബാന. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന കുർബാനകൾ നടന്നു പോകുന്ന കാണാം. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം എന്ത് 20 എന്തിനേയും ചോദ്യം ചെയ്യും. മുറി 30. 30 വയസ്സായ പിന്നെ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയുന്ന എല്ലാവരും കേട്ടോണം, ഞാനും എൻ്റെ ഭർത്താവും പറയുന്ന എല്ലാവരും കേട്ടോണം. ആരും ഞങ്ങളെ ഊട്ടാനും ഉടിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട. ഞങ്ങൾ പറയും വെട്ടൊന്ന്, മുറി 2. മുറി 30, നെറി 40. നേരിൻ്റെ തിരിച്ചറിവ്, നെറിവ് 40 വയസ്സ് കഴിയുമ്പോഴാണ്. ഇളക്കം തീരും.
രക്തത്തിൻ്റെ തിളപ്പ് കുറയും. അല്പം ഇരുത്തവും മര്യാദയും വരുന്നത് 40കൾക്ക് ശേഷം. നെറി 40, വെറി 50, വെറിവ് വിവരം വെക്കുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. ഓർമ്മിക്കും, ദൈവമേ, ആയുസ്സിൻ്റെ പകുതിയായി, ഇനി ഇത്രയും കൂടി ഇല്ലല്ലോ, കുറച്ച് മര്യാദയ്ക്ക് ജീവിച്ചേക്കാം. വെറി 50, ചൊറി 60. 60 വയസ്സാകുമ്പോഴാണ് ചൊറിഞ്ഞ വർത്താനം പറയാനുള്ള പ്രവണത ഇങ്ങനെ വർദ്ധിച്ചു വരും. മക്കളോട്, മക്കളുടെ മക്കളോട്, ഭാര്യയോട്, മരുമകളോട് വെറുതെ പട്ടിയെപ്പോലെ മുറുമുക കുരയ്ക്കുക, പിന്നെ കട്ടിലെ ചെന്ന് മൂടി പോച്ച് കിടക്കുക. ഈ ചൊറിഞ്ഞ വർത്താനം ഒരു കാര്യമില്ലാത്ത അസ്ഥാനത്തെ കമൻറ്റുകൾ പറയുന്നത് 60നും 70നും ഇടയിലാണ്. തെറി 70 വയസ്സായാൽ പിന്നെ ചെറിയ തെറി വിളിക്കാനൊക്കെ തോന്നും. കൂടുതലൊന്നുമല്ല, വളരെ ചെറുതായിട്ട് കോപ്പ്, കിഴങ്ങ്, മാട, കോട, വാട, പോട, വെറുതെ ഇങ്ങനെ മുറുമുറുക്കുക, കുഞ്ഞു കുഞ്ഞു തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ചിരി 80 വയസ്സായ പിന്നെ അറിയാം ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് സ്വീകരിക്കാനും പോകുന്നില്ല. പിന്നെ എന്നാ കേട്ടാലും ഒരു ചിരി, ഒറ്റ കുത്തിയിരിപ്പ്. ചിരി 80. കുഴി 90 ആയാൽ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സിൽ. ഇതനുസരിച്ച് മനുഷ്യൻ്റെ പാട്ടും മാറും. ആദ്യത്തെ 10 വയസ്സ് വരെ കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന്, അതാണ് പാട്ട്. 20കളിലോ ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണ്ണിൽ, അത് 20കളിൽ. ഒരു 80 കഴിഞ്ഞാലോ ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുമ്പിലതാ നിൻ കവറിടമല്ലോ. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുക. അപ്പം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നറിയുക, ദാനമായി കൊടുക്കുക. അതിനപ്പുറം നമ്മളൊന്നുമല്ല. ഈ തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുക. ജീവിതത്തിൽ ഇന്ന് വലിയ വലിയ ആൾക്കാരെയൊക്കെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ട മനുഷ്യരല്ലേ? ഒരു കാലത്തെ ശക്തന്മാർ ഇന്നൊന്നുമല്ല, ഒരു കാലത്തെ വമ്പന്മാർ ഇന്നൊന്നുമല്ല. വലിയ ഹീറോ ആയവർ ഇന്ന് വെറും 0 ആയിട്ട് ചുരുങ്ങുന്നു. അതിലെ പ്രപഞ്ചം പഠിപ്പിക്കുന്ന പാഠം. ഏത് DGP ആണേലും മക്കൾക്ക് മക്കളുണ്ടായാൽ കുട്ടാമ്പുറം കളിച്ചു പോകും, കുഴിയാന പോലെ കുഴിഞ്ഞു നിന്ന് കൊടുക്കും. കാരണം പുതിയ തലമുറ വന്നു കഴിഞ്ഞു. ഇന്ന് വലിയ വലിയ ശക്തന്മാരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ട മനുഷ്യർ. ഒരു ഫയൽമാൻ ഒരു ഗ്രാമത്തിൽ വന്നു. അദ്ദേഹം ബെർമുഡായും ബനിയനും ധരിച്ചിരുന്നു. ബനിയൻ ഊരിയിട്ട് അദ്ദേഹം ദേഹത്ത് എണ്ണ മിനുക്കിയിട്ട് ബിസിലൂതിയിട്ട് പറഞ്ഞു, എല്ലാവരും അടുത്ത് വരിക. 500 ഗ്രാമവാസികൾ ചുറ്റും കൂടി. അപ്പോൾ ആ മനുഷ്യൻ കയ്യിലുള്ളൊരു ചെറുനാരങ്ങ മുറിച്ചിട്ട് ഒരു മുറി ദൂരത്തേക്ക് ഒറ്റയേറ്, മറ്റേ മുറി കയ്യിൽ പിടിച്ച് എല്ലാവരും നോക്കി നിൽക്കുക. ഒരമക്ക്, ഒരു ഞെക്ക്, ഒരു കറക്ക്. ഈ നാരങ്ങയുടെ കറ, ചൊന, നീര്, പശ മൊത്തം പുറത്തേക്ക് ചാടി. അപ്പോൾ എല്ലാവരും നോക്കി നിന്നപ്പോൾ നാരങ്ങയുടെ തൊലി ഒരു മഞ്ഞ പേപ്പർ പോലെ ഇങ്ങനെ വിടർന്നു നിന്നു. ഫയൽമാൻ ചോദിച്ചു, ഞാൻ തിരുമി ഉണക്കിയ തൊലിയിൽ നിന്നും ഒരു തുള്ളി നീരെങ്കിലും ആർക്കെങ്കിലും എടുക്കാൻ പറ്റാമെങ്കിൽ അവർക്ക് ഞാൻ 501 രൂപ ക്യാഷ് അവാർഡ് തരാം. എല്ലാവരും വായ്പൊത്തി ഓച്ചാനിച്ച് മാറി. ഫയൽമാൻ തിരുമി ഉണക്കിയ തൊലിയിൽ നിന്നും എങ്ങനെ നീരെടുക്കാനാ? അപ്പോൾ മെല്ലിച്ചു മെലിഞ്ഞ ഒരു മനുഷ്യൻ വാഴക്കറ പിടിച്ച മുണ്ട് കൊടുത്ത് ഒരു കീറത്തോർത്തും തോളയിലിട്ട് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഇതാ, ഞാനൊന്ന് നോക്കട്ടെ. അയാളുടെ കയ്യിലേക്ക് ഉണക്കത്തൊലി വെച്ച് കൊടുത്തു. അയാൾ കുഷ്ഠന്മാർക്ക് പോലെ ചുരുണ്ട് നിന്ന് ഒരമക്ക്, ഒരു മുക്ക്, ഒരു കറക്ക്, ഒരു നാരങ്ങാവെള്ളത്തിലുള്ള നീരും കൂടെ ആ തൊലിയെന്നെടുത്തു. അപ്പോൾ ഫയൽമാൻ ചോദിച്ചു, ഞാൻ തിരുമി ഉണക്കിയ തൊലിയെന്ന് നീരെടുക്കാൻ പാടുന്ന നീ ആരാന്നും ചോദിച്ച് 501 രൂപ കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ മുറുക്കാങ്കട നടത്തുന്ന ആളാണ്. ഒരു തൊലിയെന്ന് 1001 വെള്ളമെടുത്ത് പരിചയമുണ്ട്. പിന്നെയാണോ ഫയൽമാൻ ഉണക്കിയ തൊലിയെന്ന് നീരെടുക്കാൻ പാട്? ഇപ്പോൾ ശക്തന്മാരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ട മനുഷ്യരാണ്. അപ്പം നമുക്ക് ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല എന്നാണ് പറഞ്ഞു വരിക. ഇപ്പം ജീവിതത്തിൽ പാപത്തിൻ്റെ വിവിധ മേഖലകളെ നമ്മളൊന്ന് കണ്ടറിയുക. ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് തിരുത്തൽ ആവശ്യം, തിരിഞ്ഞു നോക്കുക, തിരുത്തുക, ദൈവത്തിലേക്ക് അടുക്കുക. ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ മാനസാന്തരം എന്തെന്നും പാപം എന്തെന്നും നമ്മളെ വിശദമായി പഠിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് ലൂക്കാ 15:11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കാ 15 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, എന്താണ് പാപം, എന്താണ് മാനസാന്തരം. പാപമെന്ന് പറഞ്ഞാൽ 7 പടി ഇറക്കങ്ങൾ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ 7 പടി കയറ്റങ്ങൾ. ഇതാണ് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുക. പാപം 7 പടി ഇറക്കങ്ങൾ, മാനസാന്തരം 7 പടി കയറ്റങ്ങൾ. ബൈബിളിൽ 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണത, പൂർണ്ണമായ പടിയിറക്കം, പൂർണ്ണമായ പടി കയറ്റം. ധൂർത്തപ്പത്തിൻ്റെ ജീവിതത്തിൽ 7 പടിയിറക്കങ്ങൾ സംഭവിച്ചു. പാപത്തിൻ്റെ 7 സ്റ്റെപ്പുകൾ എന്തെല്ലാമാ? 1, സ്വന്തം ഇഷ്ടം. ധൂർത്തപുത്രൻ പറഞ്ഞു, എൻ്റെ
ഇഷ്ടം പോലെ ഞാൻ വീതം മേടിക്കും. എല്ലാ പാപത്തിൻ്റെയും ഒന്നാമത്തെ സ്റ്റെപ്പ് സ്വന്തം ഇഷ്ടം. ഭാര്യയുടെ ഇഷ്ടമോ ഭർത്താവിൻ്റെ ഇഷ്ടമോ മക്കളുടെ ഇഷ്ടമല്ല. ഭർത്താവിന് അവൻ്റെ ഇഷ്ടം, ഭാര്യയ്ക്ക് അവളുടെ ഇഷ്ടം, മക്കൾക്ക് മക്കളുടെ ഇഷ്ടം. ചില മനുഷ്യരെ കാണാം, തന്നിഷ്ടം, പൊന്നിഷ്ടം, ദൈവേഷ്ടം, ബിംബിഷ്ടം എന്നും പറഞ്ഞ് ഓടുന്ന മനുഷ്യരുണ്ട്. ചില ജീവിതങ്ങൾ എങ്ങനെയാണ്? വേറെ ആരുടെ ഒരു വികാരത്തെയും മാനിക്കുകയില്ല. എൻ്റെ തോന്നൽ, എൻ്റെ ഇഷ്ടം. ഇതാണ് എല്ലാ പാപത്തിൻ്റെയും ആദ്യത്തെ സ്റ്റേജ്. ഇതാണ് ധൂർത്തപുത്രൻ പറയുക, എൻ്റെ ഇഷ്ടം പോലെ വീതം മേടിക്കും. അപ്പൻ്റെയും ചേട്ടൻ്റെയും നൊമ്പരം നോക്കാതെ അവൻ പറയുന്നു, എൻ്റെ ഇഷ്ടം പോലെ വീതം മേടിക്കും. പാപത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്വന്തം ഇഷ്ടം. 2, സ്വാർത്ഥത. അവൻ വീതം മേടിച്ചു. ആദ്യം തീരുമാനം, 2 പ്രവൃത്തി. അവൻ വീതം മേടിച്ചു. കുറേ നാൾ സ്വന്തം ഇഷ്ടത്തിൽ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ വ്യക്തി സ്വാർത്ഥനായിട്ട് മാറും. പിന്നെ ആര് 10 രൂപ ചോദിച്ചാലും ഒരിക്കലും കടം കൊടുക്കുകയില്ല. ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യൻ. അവസാനം ആൾക്കാർ പറയും, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ്, അതുകൊണ്ട് അയാളുടെ അടുക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. ഒരു ലേബൽ വീണു, സ്വാർത്ഥത. സ്വന്തം ഇഷ്ടത്തിൽ കുറേ നാൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥ സ്വാർത്ഥത. 3, അകൽച്ച. ധൂർത്തപുത്രൻ ദൂരദേശത്തേക്ക് പോയി. അവൻ ദൂരദേശത്തേക്ക് പോയി. അവൻ അപ്പനിൽ നിന്നകന്നു, ചേട്ടനിൽ നിന്നകന്നു, നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകന്നു. ഇതുപോലെ നമുക്ക് സംഭവിക്കും. സ്വന്തം ഇഷ്ടത്തിലും സ്വാർത്ഥതയിലും നമ്മൾ കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകന്നു പോകും. പള്ളിയിൽ നിന്ന് അകന്നു പോകും, പട്ടക്കാരനിൽ നിന്ന് അകന്നു പോകും, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകും, കുമ്പസാരത്തിൽ നിന്ന് അകന്നു പോകും, കുർബാനയിൽ നിന്ന് അകന്നു പോകും, വേദപുസ്തക വായനയിൽ നിന്ന് അകന്നു പോകും. ദൂരദേശത്തേക്ക് പോവുക, അറിയാതെ വരുന്ന തകർച്ചയുടെ 3ാമത്തെ സ്റ്റേജ്. അവിടെ 4ാമത്തെ സ്റ്റേജ് സുഖലോലുപത. സുഖലോലുപത. അവന് കിട്ടിയതെല്ലാം അവൻ ദൂർത്തടിച്ചു. പള്ളിയും പട്ടക്കാരും ആത്മീയ ജീവിതം ഒന്നുമില്ലെങ്കിൽ എന്തു പറ്റും? നമ്മളൊക്കെ ദൂർത്തടിക്കും. പൈസ കള്ളു കുടിച്ചും ബീഡി വലിച്ചും കാശ് വെച്ച് ചീട്ട് കളിച്ചും പണം ദൂർത്തടിക്കും. സ്വന്തം സൗന്ദര്യം മറ്റുള്ളവർക്ക് തട്ടിക്കൊടുക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് സൗന്ദര്യത്തെ നമ്മൾ ദൂർത്തടിക്കും. TV കണ്ടും ചപ്പും ചവറും വായിച്ചും സമയം നമ്മൾ ഒരുപാട് ദൂർത്തടിക്കും. ദൈവം തന്ന കൃപകളെ ദൂർത്തടിക്കും. വ്യക്തിപരമായ സാമർഥ്യത്തെ ചില വ്യക്തികളെ സ്വന്തമാക്കാനും ചില ജീവിതങ്ങളെ നശിപ്പിക്കാനുമായിട്ട് ഞാൻ മാറ്റിവെക്കുമ്പോൾ ഞാൻ ദൂർത്തടിക്കുകയാണ്. സുഖലോലുപതയിൽ ജീവിച്ചു. അപ്പോൾ 5ാമത്തെ സ്റ്റേജ് ആത്മീയ വരൾച്ച. ആ നാട്ടിൽ ഒരു കടുത്ത വരൾച്ചയുണ്ടായി, അല്ലെ ആത്മീയ ക്ഷാമം, ഒരു കഠിന ക്ഷാമമുണ്ടായി. എന്താ അർത്ഥം? ഒരാൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നം. പണ്ട് യോന ദൈവത്തിൽ നിന്ന് അകന്നുപോയി. യോന ചെന്നിടത്ത് കടലിൽ കൊടുങ്കാറ്റുണ്ടായി. ധൂർത്തപുത്രൻ അകന്നുപോയി. അവൻ ചെന്നിടത്ത് വരൾച്ചയുണ്ടായി. ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ എവിടെ ചെല്ലാനും ചെല്ലുന്നിടത്ത് പ്രശ്നമുണ്ടാകും. ആത്മീയമായ വരൾച്ച ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ട്, ഒരു ദുരിതം പോലെ വരിക. അവിടെ 6ാമത്തെ സ്റ്റേജ് ആത്മീയ അധപ്പതനം. എന്താണ് ആത്മീയ അധപ്പതനം? ആത്മീയ അധപ്പതനം എന്ന് പറഞ്ഞാൽ അവൻ പന്നിക്കുഴിയിൽ ചെന്ന് വീണു. ഓർത്തോണം, അപ്പൻ്റെ ഊട്ടുമേശയിൽ നിന്ന് പന്നിക്കുഴിയിൽ ചെന്ന് വീഴുക. ഏറ്റവും നല്ല സ്ഥലത്ത് നിന്ന് ഏറ്റവും മോശമായ സ്ഥലത്ത് ചെല്ലുക. അതിന് വിളിക്കുന്ന വാക്ക് ആത്മീയ അധപ്പതനം. ആരും ഓർത്തേക്കല്ല്, ഇന്നത്തെ പന്നിവേലിയാണ് അന്നത്തെ പന്നിവേലി. 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ പന്നിവേലി എന്ന് പറഞ്ഞാൽ ചക്കമടൽ, കപ്പം മുട്ടി, കുഴമ്പ് പോലുള്ള ചെളി, അപ്പപ്പത്തല്, മുരിക്കുംപത്തല് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചതാണ്. എന്തൊരു ദുർഗന്ധമായിരുന്നു. അപ്പോൾ 2000 വർഷം മുമ്പത്തെ പന്നിവേലി ഏത് ഷേപ്പാന്ന് ഓർത്താൽ മതി. ഇന്നത്തെ പന്നിവേലി എന്ന് പറഞ്ഞാൽ വാർത്ത ഉഗ്രം പന്നിവേലി. ഓസിലൂടെ വെള്ളം ഒഴിച്ച് ശരിക്കും കഴിയാൽ പന്നിക്ക് അവിടെ കിടക്കാം, എനിക്കിവിടെ കിടക്കാം, അത്രയും വൃത്തിയാണ്. പണ്ടതല്ല. തന്നെയുമല്ല, ലേവ്യരുടെ പുസ്തകത്തിൽ കഴിക്കാൻ പാടില്ലാത്ത ഇറച്ചിയുള്ള ചില ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1ാമത്തേത് പന്നി, അയവിറക്കില്ല. ഒട്ടകപ്പക്ഷി പറക്കില്ല. മൂങ്ങ, അത് രാത്രിയിൽ സഞ്ചരിക്കുന്നു, പകൽ ഉറങ്ങുന്നു. 4 വാവൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഇറച്ചി തിന്നരുതെന്ന് പണ്ട് പറഞ്ഞിരുന്നു. അത് പഴയ നിയമത്തിൽ. ഇപ്പം പുതിയ നിയമം വന്നപ്പം പഴയതെല്ലാം പൂർത്തിയായി. ഇന്ന് ഫോർക്ക് ഫ്രൈ സ്റ്റാൻഡേർഡ് സാധനമാണ്, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു പുസ്തകമുണ്ട്, അബ്രഹാമിൻ്റെ സൃഷ്ടി. അത് ദൈവനിവേശിതരെന്തോ ഒരു കഥ പോലെ. അതിൽ പറയുന്നു, ചില ജീവികളെ സൃഷ്ടിച്ചത് പൂർവ്വപിതാവായ അബ്രാഹമാണ്. അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട ദാസനും ഒരു ജനതയുടെ പിതാവുമല്ലേ, ഞാനും കൂടെ ഒന്ന് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തോട്ടെ. ദൈവം പറഞ്ഞു, സൃഷ്ടിച്ചോളാൻ പറഞ്ഞു.
എന്നുവെച്ച് പറഞ്ഞു, സംഹാരം നിൻ്റേതും സൃഷ്ടി എൻ്റേതും, പക്ഷെങ്കിലും നീ ചോദിച്ചുകൊണ്ട് ഒരു ചാൻസ് തരാം, പിന്നെ ചോദിച്ചേക്കരുത്. അബ്രാഹാം പോയി 10 ദിവസം തപസ് ചെയ്ത് കഠിനമായ ഉപവാസത്തോടുകൂടി ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തി. ദൈവം നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് അയവിറക്കുകയല്ലോ, അതാണ് പന്നി എന്നാണ് പറയുക. അബ്രാഹാം പറഞ്ഞു, ഇത്രയും മുഴുത്തതായതുകൊണ്ടാണ്, ചെറുതാണേ കുഴപ്പമില്ല, ഒരു ചെറിയ ജീവി. സമ്മതിച്ചു. 20 രാവും പകലും കഠിന തപസ് ചെയ്ത് ഒരു ചെറിയ ജീവിയെ ഉണ്ടാക്കി ഒരു കോലയെ വെച്ച് ദൈവം മുമ്പാകെ ഹാജരാക്കി. ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ എന്നാ സൃഷ്ടിച്ചാലും നേരാമണ്ണം കോലേ കയറി കുത്തിയിരിക്കും, ഇത് തലയും കീഴായിട്ട് ഞാൻ കിടക്കുന്നല്ലോ. അതായിരുന്നു വാവൽ. വീണ്ടും നാണക്കേട്. അബ്രാഹാം പറഞ്ഞു, ഒരേ ഒരു ചാൻസ്, ഇനി ജീവിയില്ല, പച്ചക്കറി പഴവർഗ്ഗം മാത്രം. ദൈവം പറഞ്ഞു, അവസാന ചാൻസ്, മേലിൽ ചോദിച്ചേക്കരുത്. അബ്രാഹാം ചെന്നു. 40 രാവും 40 പകലും തപസ്സിരുന്ന് ഒരു നല്ല പഴമുണ്ടാക്കി തേക്കലെ വെച്ച് തമ്പുരാൻ്റെ മുമ്പിൽ ഹാജരാക്കി. ദൈവത്തിൻ്റെ പോലും വായിൽ ഉമിനീര് വരുന്ന പോലെ കൊതിപ്പിക്കുന്ന പഴം. ദൈവം ഓർത്തിടാ, ഇവൻ എന്നെ കടത്തി വെട്ടിയല്ലോ. അടുത്ത നിമിഷം ദൈവം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞില്ലേ മനുഷ്യൻ സൃഷ്ടിച്ചാൽ എന്തേലും കുഴപ്പമുണ്ടാകുമെന്ന്. ഞാൻ സൃഷ്ടിക്കുന്നതിനെല്ലാം തലമുറ നിൽക്കാനുള്ള വകുപ്പ് അകത്ത് വെക്കും. ചക്കച്ചുളയ്ക്ക് കുരുവകത്ത്, പേരയ്ക്കായ്ക്ക് അരിയകത്ത്, ചാമ്പങ്ങയ്ക്ക് കുരുവകത്ത്. ഇതിൻ്റെ വംശം അങ്ങനെ നിലനിൽക്കും. അതായിരുന്നു കശുമാങ്ങ. പിന്നെ തമ്പുരാൻ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മാത്രം അണ്ടി പുറത്ത്, ബാക്കി എല്ലാത്തിനും വിത്ത് അകത്തെന്ന് പറയുക. അപ്പം അബ്രഹാമിൻ്റെ സൃഷ്ടി എന്നാ പറയുക, പന്നി, വാവല്, കശുമാങ്ങ. അപ്പോൾ ഇവിടെ പന്നിക്കുഴിയിൽ ചെന്നവും വീണു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പരിത്യക്തമായ മ്ലേച്ഛമായ വികൃതമായ പന്നിക്കുഴി, ആത്മീയ അധപതനം. അതിൻ്റെ 7ാമത്തെ സ്റ്റേജ് ആത്മീയ തകർച്ച. അവന് തവിട് പോലും തിന്നാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൻ അത്രയും തകർന്നുപോയി. തവിട് പോലും തിന്നാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നന്മ പോലും പറയാൻ പറ്റുന്നില്ല, ഒരു ചെറിയ നന്മ പോലും കാണാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ വരിക ആത്മീയ തകർച്ച. അപ്പോൾ പാപത്തിൻ്റെ 7 സ്റ്റേജുകൾ: സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, സുഖലോലുപത, അകൽച്ച, ആത്മീയ ക്ഷാമം, ആത്മീയ അധപതനം, ആത്മീയ തകർച്ച. ഈ സ്റ്റേജിൽ നിന്നാണ് ഒരു തിരിച്ചുവരവ് ആരംഭിക്കുക. ഏതോ ഒരു മനുഷ്യനും തകരുമ്പോൾ, ഇടിച്ചു തകരുമ്പോൾ വീണ്ടും തിരിയാം, ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഇതായിരുന്നു. ദൈവത്തിലേക്ക് തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. ദൈവത്തിലേക്ക് തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. ഈ വീണ്ടും തിരിയൽ നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രനിൽ. മാനസാന്തരത്തിൻ്റെ 7 പടികയറ്റങ്ങൾ. 1ാമത്തെ സ്റ്റേജ് സുബോധം. ധൂർത്തപുത്രന് സുബോധം ഉണ്ടായി. അവന് പന്നിക്കുഴി കിടന്നപ്പം ഒരു സുബോധം. എന്താ സുബോധം? ഇത് പന്നിക്കുഴിയാണ്, ഇത് ചെളിയാണ്, ഇത് ചക്കമടലാണ്, ഇത് കപ്പമുട്ടിയാണ്. എൻ്റെ പിതാവിനൊരു ഭവനമുണ്ട്. സുബോധമുണ്ടായി. അവിടെ ഊട്ടുമേശയുണ്ട്, ധാരാളം ദാസന്മാർ അവിടെ നിന്ന് കഴിക്കുമ്പം ഞാൻ ഈ പന്നിയുടെ കിടക്കേണ്ട കാര്യമുണ്ടോ? അവനുണ്ടായ സുബോധം. നമുക്കൊക്കെ ജീവിതത്തിൽ മാറ്റം വരണോ? സുബോധം വേണം. പല ആൾക്കാരും മാറാത്തതിൻ്റെ കാരണം സുബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അച്ഛനായ ഞാൻ ഓർക്കണം, ഇതൊരു കുപ്പായമാണ്, ഞാനൊരു അച്ഛനാണ്, എൻ്റെ വൈദിക ജീവിതത്തെക്കുറിച്ച് എനിക്ക് സുബോധം വേണം. ഒരു ഭാര്യ ഓർക്കണം, ഞാനൊരു ഭാര്യയാണ്, ഞാൻ എൻ്റെ അമ്മയാണ്, ഈ താലി അതിൻ്റെ മുദ്രയാണ്, ഇതിനെക്കുറിച്ച് സുബോധം വേണം. ഒരപ്പന് ഞാൻ പിതാവാണ്, ഭർത്താവാണ്, കുടുംബത്തിലെ നായകനാണ്, ഈ അവസ്ഥയെക്കുറിച്ച് സുബോധം വേണം. സുബോധം വരുമ്പോൾ നമ്മൾ തെറ്റുകളെ തിരുത്തും. ഇല്ലെങ്കിൽ നമ്മൾ തിന്മയിൽ വീണ്ടും വീണ്ടും കിടന്ന് ഉരുളാൻ തുടങ്ങും. കള്ളുകുടിയന്മാർക്ക് ഒട്ടുമില്ലാത്തത് സുബോധമാണ്. ചില കള്ളുകുടിയന്മാർക്ക് കുടിച്ച് കഴിയുമ്പോഴാണ് എക്സ്ട്രാബോധം വരുന്നത്. അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. ചിലക്ക് പ്രാർത്ഥിക്കുന്ന കുടിയന്മാർക്ക് കുടി കഴിയുമ്പോൾ എന്തെല്ലാം പ്രാർത്ഥനയാണ്. ബൈബിൾ വായിക്കുന്ന കുടിയന്മാർക്ക് കുടി കഴിയുമ്പം ബൈബിൾ വാക്യം ഉപദേശിമാരെയൊക്കെ കാണാപ്പാടമായിട്ട് അടിച്ചു വിടുന്നത് കാണാം. ഒരു മനുഷ്യൻ കുടിച്ച് പൂസായിട്ട് ഒരു കടത്തിണ്ണയിലിരിക്കുന്നു. മുൻപിലെ റോഡിൽ മുഴുവൻ വെള്ളപ്പൊക്കം പോലെ തോന്നി. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു മനുഷ്യൻ വന്നു, സാവധാനം കയ്യെ പിടിച്ച് റോഡ് കടത്തി അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഈ കുടിയൻ ചോദിച്ചു, തൻ്റെ പേരെന്നാ? കയ്യെ പിടിച്ച ആളുടെ പേര് പൗലോസ് എന്നല്ല. അവൻ പറഞ്ഞു, എൻ്റെ പേര് പൗലോസ് എന്നാ. ഉടനെ കുടിയൻ്റെ മട്ട് പറയും, ആഹാ പൗലോസാണല്ലോ, കുറേ നാളായല്ലോ കത്തൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട്. ആ കൊറിന്ത്യക്കാർക്ക് എഴുതിയ കത്തിൻ്റെ മറുപടി ഈയിടെ എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പം എത്ര പൂസായാലും അറിയാം ആരാണ് പൗലോസ് എന്നാണ് കൊറിന്ത്യ ലേഖനം. ഇപ്പം ചിലർക്ക് ബോധം മൊത്തം പോകും, സുബോധം പോകുന്നു. ഒരു മനുഷ്യൻ കുടി കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ നടുക്ക് ഒരു വലിയ കുഴി, അതിനകത്ത് അരയാൾ വെള്ളം. കുട്ടപ്പൻ എന്ന് പറയുന്ന കുടിയൻ പോകുന്ന വഴിക്ക് കാല് തെറ്റി ഈ വെള്ളത്തിൽ വീണു. ഒരു കവിള് വെള്ളവും കുടിച്ച് പൊങ്ങി വന്നു. നീട്ടി തുപ്പിയപ്പോൾ ഒരു കൊള്ളിയാൻ ശക്തമായിട്ട് മിന്നി.
കുട്ടപ്പൻ കിടക്കുന്ന കിടപ്പിൽ മുകളിലോട്ട് നോക്കിയിട്ട് പറയുക, ദൈവമേ, നീ ആൾ മോശക്കാരനല്ലല്ലോ, കുട്ടപ്പനെ തള്ളി കുഴിയിലിട്ടതും പോരാ, ഞാൻ എഴുന്നേറ്റ് വരാൻ നോക്കുമ്പം അതിൻ്റെ ഫോട്ടോയും കൂടെ നീ മോളിൽ നിന്ന് പിടിച്ചു വെക്കുവാണ്. ഇപ്പം ഏറ്റവും പ്രധാനം ഈ സുബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. സുബോധമില്ലാത്തതാണ് ഏറ്റവും വലിയ അപകടം. ധൂർത്തപുത്രന് സുബോധമുണ്ടായി. 2, തീരുമാനം. സുബോധം മാത്രമല്ല, തീരുമാനം. ഇത് പന്നിക്കുഴിയാണ്, ഇവിടം വിട്ട് ഞാൻ പോകും അവൻ തീരുമാനിച്ചു. ഈ പന്നിവേലി വിട്ട് ഞാൻ പോകും. ഈ തീരുമാനം ആവശ്യമാണ്. ചിലർക്ക് സുബോധമൊക്കെ ഉണ്ട്, പക്ഷേ തീരുമാനമില്ല. അത് തന്നെ അങ്ങ് തുടരുക. നമുക്ക് ഏതോ ഒരവസ്ഥയാണോ ആ അവസ്ഥയെ ഉപേക്ഷിച്ച് ഒരു നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനമെടുക്കുക. 2ാമത്തെ ശേഷി തീരുമാനം. 3, പശ്ചാത്താപം. മാനസാന്തരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പശ്ചാത്താപം. ധൂർത്തപുത്രൻ പറയുകയാണ്, പിതാവേ, അങ്ങേക്കെതിരെ സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി, പുത്രൻ എന്ന് വിളിക്കാൻ യോഗ്യതയില്ല, ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇന്നത്തെ ലോകത്തിന് ഇല്ലാതെ പോകുന്നത് ഈ പശ്ചാത്താപമാണ്. പശ്ചാത്താപം പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഇന്നത്തെ ലോകത്തിന് ഈ പശ്ചാത്താപമാണ്. പല സമയത്തും ഇല്ലാതെ പോകുന്നത്. ഇന്നും പിള്ളേർ ഒളിച്ചു പോകും. പഴയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ എത്ര മക്കൾ പറയും, അപ്പാ, അമ്മേ, നിങ്ങൾക്കെതിരെ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, പുത്രൻ എന്ന് വിളിക്കാൻ യോഗ്യതയില്ല, ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. പല മക്കളും പറയും, അപ്പ, ഞാൻ പോയെന്നുള്ളത് നേരാ, എൻ്റെ അവസ്ഥയാണ് അപ്പനും പോയേനെയും, പിന്നെ എനിക്കാണ് കുറി വീണത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, അതോ ലോകത്തൊന്നും പോയില്ലല്ലോ, നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നില്ല. അതുകൊണ്ട് ബാക്കി വീതം വെച്ച് ലാവിഷായിട്ട് നമുക്ക് ഒരുമിച്ച് കഴിയാം. ഇന്നത്തെ രീതി ഇതാ. ഇന്ന് കൊച്ചു പിള്ളേർക്ക് പോലും പശ്ചാത്താപമില്ലല്ലോ. പണ്ട് അപ്പനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ മക്കൾക്ക് ഒരു ചെറിയ പ്രയാസവും ഒരു നൊമ്പരവും ഒക്കെ തോന്നുമായിരുന്നു. ഇന്നതൊക്കെ പോയി. അമ്മ 8 വയസ്സുള്ള മോനോട് പറഞ്ഞു, മോനെ, നിനക്ക് കുറേ കൂടി അനുസരണം വേണം അമ്മയോട്. നിന്നെ വലിയ വയറ്റിൽ ചുമന്നുകൊണ്ട് അമ്മ കറിയൊലത്തി വെള്ളം കോരി കോഴിയെ കൂട്ടിക്കയറ്റി ആടിനെ മാറ്റിക്കയറ്റി, അതിന് നന്ദി നിനക്ക് എന്നോട് വേണം പറഞ്ഞ് അവൻ്റെ മറുപടി, പിന്നെ ഗർഭിണികളായ എല്ലാ പെണ്ണുങ്ങളും വലിയ വയറും ചുമന്ന് നടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. അമ്മയ്ക്ക് എന്നോടാ നന്ദി വേണ്ടിയത്, അതെന്നാടാന്ന് ചോദിച്ചു. അമ്മയെ നോർത്ത് നോക്കിക്കേ, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരാതെ അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്നായിട്ട് മാറുമായിരുന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പൻ 10 വയസ്സുള്ള മോനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ഈ പ്രായത്തിൽ ജവഹർലാൽ നെഹ്റു 5 പുസ്തകം വായിച്ചു, നീ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലും മൊത്തം വായിച്ചിട്ടില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു മോനെ എനിക്ക് കിട്ടിയല്ലോ. ഉടനെ മോൻ്റെ മറുപടി, അപ്പം വലിയ പുണ്യമൊന്നും പറയണ്ട, അപ്പൻ്റെ ഈ പ്രായത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, അപ്പൻ ഇപ്പോഴും റബ്ബർ കത്തിയും കൂടെയായിട്ട് നടക്കുമല്ലേ, അപ്പൻ്റേതാണ് കുഴപ്പം. ഇന്ന് പശ്ചാത്താപമില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുക. അവിടെ പറയുന്ന മാനസാന്തരത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച്, പാളിച്ചകളെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു പശ്ചാത്താപം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുക. 4, തിരിച്ചു പോക്ക്. 1, സുബോധം. 2, തീരുമാനം. 3, പശ്ചാത്താപം. 4, തിരിച്ചു പോക്ക്. ധൂർത്തപുത്രൻ തീരുമാനമെടുത്തിട്ട് തിരിച്ചുപോയി. വീട്ടിൽ നിന്ന് എത്രമാത്രം ദൂരെ പോയോ അത്രയും കിലോമീറ്റർ തിരിച്ചു നടന്നു. എത്ര പന്നിക്കുഴിയിലേക്ക് പോയോ അത്രയും കുഴിയിലേക്ക് ആ കുഴിയിൽ നിന്നും അവൻ മുകളിലേക്ക് കയറി വന്നു. നമ്മളോടും പറയുന്നു, ഈ വാർഷിക ധ്യാനത്തിലൂടെ ഒരു തിരിച്ചുപോക്ക് നമ്മൾ നടത്തണം. ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുമോ, തിരിച്ചു ചെല്ലുന്നവരെ ദൈവം 2 കൈ നീട്ടി സ്വീകരിക്കും. അതാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം. ദൈവവചനത്തിൽ ഒരു വാക്യത്തിൽ ഒരുപാട് ക്രിയകളുള്ള വചനങ്ങൾ കുറവാണ്. പക്ഷെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ദൈവം കാത്തു നിൽക്കുന്നു എന്ന് പഠിപ്പിക്കുവാനായി ഒറ്റ വാക്യത്തിൽ 5 ക്രിയകളാണ് അടങ്ങിയിരിക്കുക. എന്തെല്ലാമാ? ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ട്, മനസ്സലിഞ്ഞ്, ഓടിച്ചെന്ന്, കെട്ടിപ്പിടിച്ച്, ചുംബിച്ചു. ദൈവസ്നേഹത്തിന് തിടുക്കമാ 5 പ്രവൃത്തികൾ. കണ്ട്, മനസ്സലിഞ്ഞ്, ഓടിച്ചെന്ന്, കെട്ടിപ്പിടിച്ച്, ചുംബിച്ചു. ദൈവസ്നേഹത്തിൻ്റെ 5 പ്രവൃത്തികൾ. എത്ര വലിയ തെറ്റുപറ്റിയാലും തിരിച്ചു ചെല്ലാൻ മനസ്സുണ്ടോ ആ ദൈവം 2 കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുന്നു. അവിടെ 6-ാമത്തെ സ്റ്റേജ് അലങ്കൃതനാവുക. ഇവൻ്റെ പഴയ വസ്ത്രമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഇവനെ പുതിയ വസ്ത്രം അണിയിക്കുക, അലങ്കൃതനാവുക. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിക്കുക, അലങ്കൃതനാവുക. നമ്മളോടൊക്കെ പറയുന്നു, വിശുദ്ധ മാമോദീസായിലും ആദ്യ കുർബാന സ്വീകരണത്തിലും നമ്മൾ സ്വീകരിച്ച വെള്ള വസ്ത്രത്തിൽ ചെളിയുടെ പൊട്ടുകൾ, പാപത്തിൻ്റെ കരിപ്പാടുകൾ വീണെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു പുതിയ വസ്ത്രം നമ്മൾ ഉടുപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വല്യച്ഛൻ അമ്മാവനായ മെത്രാനച്ഛൻ്റെ കൂട്ടത്തിൽ
പിതാവ് എവിടെ പോയാലും കൂട്ടത്തിൽ വണ്ടിയെ കയറും. വലിയച്ഛനെ അതിൻ്റെ പിതാവ് കൊണ്ടുപോവുകയും ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ കാറെ കൊണ്ടുപോകുമ്പോൾ ഏതോ ഉണക്കമീൻ്റെ മണം പോലെ എന്തോ ഒരു മണം പിതാവിന് തോന്നി. ഇപ്പം മെത്രാനിച്ചൻ നോക്കി, വണ്ടിക്കകത്തോലും കിടക്കുന്നതാണ്, ഒന്നുമില്ല. നോക്കിയപ്പം കൂടെയുള്ള വല്യമ്മാവനായ അച്ഛൻ്റെ കാലയിൽ സോക്സ് അലക്കിയിട്ട് കുറേ നാളുകളായി. ഷൂസിനകത്തെ സോക്സ് എന്ന് വരുന്ന നാറ്റമാണ്. പിതാവ് പറഞ്ഞു, ഇനി മേലിൽ വൃത്തികെട്ട ഈ കുന്തം ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് ഞാൻ വണ്ടിയെ കൊണ്ടുപോകില്ല, വൃത്തിയും മെനയും വേണ്ടേ, ഇത് ദൂരെ കളഞ്ഞിട്ട് വന്നോണം, ഇനി വരുമ്പോൾ പുത്തൻ സോക്സ് ഇട്ടുകൊണ്ട് വരണം, ഞാൻ നോക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. പിറ്റേ തിങ്കളാഴ്ച പിതാവിൻ്റെ കൂടെ കാറേ കയറി. പോകുന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞപ്പം പഴയതിനേക്കാൾ കട്ടിപ്പിടിച്ച ഒരു മണം പിതാവിന് അരിശം വന്നു. പിതാവ് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടും വലിയച്ഛൻ സോക്സ് മാറിയില്ലല്ലേ? എൻ്റെ പിതാവെ മാറി. നോക്കാനിപ്പം ലോഹം പൊക്കിയപ്പം പുതിയ സോക്സ് എന്ന് പറഞ്ഞു. എനിക്ക് പിതാവിനെ അറിയാമല്ലോ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലെന്നറിയാം, അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി ഞാൻ പോക്കറ്റിൽ തന്നെ മാറിയ സാധനം ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എടുത്ത് പൊക്കി പിടിച്ച് കാണിച്ചു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞാലും അതിൻ്റെ ബാക്കിയും ചുമന്നോട് നടക്കുന്നവരാണ് നമ്മൾ. പുതിയവരാകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പഴയതിൻ്റെ ഭാഗം നമ്മൾ കളയുന്നില്ല. അലങ്കൃതനാവുക, പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുക, അലങ്കൃതനാവുക. അവിടെ 7ാമത്തെ സ്റ്റേജാണ് ആഹ്ലാദാരവം. കൊഴുത്ത കാളയെ കൊല്ലുക, മൃഷ്ടാന്ന ഭോജനം ഒരുക്കുക, നമുക്ക് ആനന്ദിക്കാം. എന്തെന്നാൽ എൻ്റെ നഷ്ടപ്പെട്ട മോൻ വന്നിരിക്കുന്നു, മൃതനായ അവൻ ജീവനിലേക്ക് വന്നിരിക്കുന്നു. ഒരു ധ്യാനം കൂടുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ സമ്മാനമാണ് ആത്മീയ ആഹ്ലാദം. ഒരു നല്ല കുമ്പസാരം നടക്കുമ്പോൾ, കുറച്ച് വചനം കേൾക്കുമ്പോൾ, ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ദൈവം തരുന്ന പ്രത്യേക സമ്മാനമാണ് ആഹ്ലാദം. ഈ ആഹ്ലാദ ആരവത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ചിന്തകളെ നമുക്ക് അവസാനിപ്പിച്ചു കൊണ്ടുവരാം. എന്താണ് യഥാർത്ഥ മാനസാന്തരമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നയാൾ സ്നാപക യോഹന്നാനാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെ വാക്യങ്ങളിൽ എന്താണ് മാനസാന്തരമെന്ന് സ്നാപക യോഹന്നാൻ അക്കമിട്ട് പഠിപ്പിക്കുന്നു. 4 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മാനസാന്തരം. എന്തെല്ലാമാ? 1, കുന്നും മലയും നിരത്തണം. ബൈബിളിൽ കുന്ന് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, മല സ്വയനീതീകരണം. 2 തിന്മകളെ ഉപേക്ഷിക്കണം. അഹങ്കാരത്തെയും സ്വയനീതീകരണത്തെയും നമ്മൾ ഉപേക്ഷിക്കണം. എന്ത് തെറ്റ് ചെയ്താലും ചിലർക്കൊക്കെ ഇത്രയും തെറ്റ് പറ്റുമ്പോൾ എനിക്കും ഇത്രയൊക്കെ ആകാം എന്നുള്ള സ്വയനീതീകരണം, അഹങ്കാരം, സ്വയനീതീകരണം ഉപേക്ഷിക്കുക. അതാണ് കുന്നും മലയും നിരത്തണം. 2, താഴ്വരകൾ നികത്തണം. എന്താണ് താഴ്വര? ബൈബിളിൽ മനുഷ്യാത്മാവിൻ്റെ പാപാവസ്ഥയ്ക്ക് വിളിക്കുന്ന വാക്കാണ് താഴ്വര. ജെറമിയ പറയുന്നു, എൻ്റെ ജനം എന്നെ മറന്നു, വെള്ളം തരാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. കുഴിയിലേക്ക് പോകുന്ന അവസ്ഥ. സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. പാപത്തിലാണോ? ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, തപശ്ചര്യകൾ, പ്രാർത്ഥന, ഇതെല്ലാം വഴി തിന്മയുടെ കുഴികൾ നികത്തണം. കുന്നും മലയും നിരത്തണം, താഴ്വര നികത്തണം. വളഞ്ഞ വഴികൾ നേരെയാക്കണം. വളഞ്ഞ ഫോൺ വിളി, വളഞ്ഞ കത്തിടപാട്, വളഞ്ഞ കാശിടപാട്, വളഞ്ഞ ബന്ധങ്ങൾ, നേരെ പോന്നല്ലാതെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഉപേക്ഷിക്കുക. വളഞ്ഞ വഴികൾ നേരെയാക്കണം. 4, പരുപരുത്തവ മൃദുവാക്കപ്പെടണം. എന്താണ് പരുപരുത്തത്? ചെയ്ത് പഴകിപ്പോയ പ്രവൃത്തികൾ. വീട്ടിൽ തെറി പറഞ്ഞ് തെറിയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത അവസ്ഥ. മീൻ ചന്തയിൽ ആദ്യമായിട്ട് ഒരാൾ താമസിക്കാൻ ചെന്നപ്പം പറഞ്ഞു, എന്തൊരു നാറ്റം, എങ്ങനെ ഇവിടെ കിടക്കും? 1 മാസം കഴിഞ്ഞ് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് നാറ്റം? എന്നാ നാറ്റം, പണ്ടല്ലേ നാറ്റം, ഇപ്പോൾ എന്തൊരു മാറ്റം. നാറ്റം മാറിയതല്ല, മൂക്ക് നാറ്റത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. പരിപരുത്തിയ അവസ്ഥ. നമ്മൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ പരിക്കനായിട്ട് പോവും. നേഴ്സുമാരെ കണ്ടിട്ടില്ലേ? അവർ വന്ന് കുത്തി വെക്കുന്നത് വാഴപ്പിണ്ടിക്കിട്ട് കുത്തുന്ന പോലാണ്. കുത്തി പരിചയിച്ചു പോയി. ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തുമ്പം രക്തം കാണുമ്പം തലകറങ്ങി വീഴുകയല്ലോ, പരിചയിച്ചു പോയി. അച്ഛന്മാർ ശവടക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെ അടിച്ച് കരയുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പ്രശ്നവുമില്ല, അച്ഛനങ്ങ് പോകും. ഏതാണ്ട് വടവാങ്ങാൻ വരുന്ന പോലെ വിടവാങ്ങുന്നതിനും പാടി ശവത്തെയും പൊക്കിക്കൊണ്ട് പോകും. ചെയ്ത് പരിചയിച്ചു പോയി. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ഒരു ഹർത്താൽ ദിവസം 5 ഇല്ലൻ്റെ അടുത്ത് വെച്ചു കത്തെഴുതാൻ വേണ്ടി. പക്ഷേ അയാൾക്ക് എഴുതാൻ പറ്റുന്നില്ല. അവസാനം ഭാര്യയെ വിളിച്ചു, ഇങ്ങോട്ട് പാടി വന്നു. കയറി മേശക്കീടെ കയറി, കുലുക്കടി മേശ കുലുക്കി. കുലുങ്ങുന്ന ബസ്സിൽ ടിക്കറ്റ് ഇടുന്ന കണ്ടക്ടർക്ക് കുലുങ്ങാത്ത മേശപ്പുറത്തിരുന്ന് കത്തെഴുതാൻ പറ്റുകയില്ല. മേശ കുലുങ്ങിയപ്പം കണ്ടക്ടർ കത്തെഴുതി തുടങ്ങി. ഇതാണ് ചെയ്ത് പരിചയിച്ചു പോവുക. അപ്പം ഏതെല്ലാം തിന്മകൾ നമ്മൾ തഴകദോഷങ്ങളുണ്ടോ, ഉറച്ചു പോയിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു.
അപ്പോൾ ഈ കേട്ട ചിന്തകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഒരു നല്ല കുമ്പസാരത്തിനൊക്കെ നമ്മൾ ഒരുങ്ങുക. ചിലരൊക്കെ പറയും, എന്നാത്തിനാണ് കുമ്പസാരിക്കുന്നത്? കുമ്പസാരിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കുമ്പസാരിക്കണമെന്ന് ആദ്യം പറഞ്ഞ ബൈബിൾ ഭാഗം സംഖ്യാപുസ്തകം 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യ 5-ൽ 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ബലഹീനതയിൽ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ഏറ്റുപറയണം. തുടർന്ന് പ്രായശ്ചിത്തം. അർഹതയില്ലാത്തൊരു തുക കൈ കിട്ടിയാൽ ആ തുകയും അതിൻ്റെ 10-1 കൂടെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. ഏറ്റുപറച്ചിലും പ്രായശ്ചിത്തവും ആദ്യം പഠിപ്പിച്ചത് പഞ്ചഗ്രന്ഥിയിൽ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിലാണ്. അപ്പോൾ നമ്മൾ കുമ്പസാരം എന്ന ഉദാശയിലൂടെ പാപങ്ങൾക്ക് ഏറ്റുപറയുവാനും ഒരു നവമായ അഭിഷേകം സ്വീകരിക്കുവാനും ദൈവത്തിലേക്ക് വരുവാനും തിരിച്ചു നടക്കുവാനും ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു.